ഹായ് ഹലോ വെൽക്കം ടു എസ് സി മലയാളി. അപ്പോൾ നമ്മൾ ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാ മാസത്തെയും കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം ഈ തവണത്തെ ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് ആദ്യമായിട്ട് പറയാം, നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഫ്രീ മെറ്റീരിയൽ PDF കിട്ടണമെങ്കിൽ നമ്മുടെ ആപ്പിൽ എന്താണ് സ്റ്റഡി മെറ്റീരിയൽസിൽ ഫ്രീ മെറ്റീരിയൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നമുക്ക് ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. മേജർ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏപ്രിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതിന് നോക്കാം. ബിംസ്റ്റെക് സമ്മിറ്റ് അല്ല, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് സബ്മിറ്റുകൾ കോൺഫറൻസുകളൊക്കെ ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആണെന്ന് എപ്പോഴും പറയാറുള്ളതാണ്. നോക്കാം, ബിംസ്റ്റെക് സബ്മിറ്റ് എവിടെയാണ്? ഈ ബിംസ്റ്റെക് സബ്മിറ്റ് ഹെൽഡ് ചെയ്ത് അല്ലെങ്കിൽ നടന്നത് എവിടെയാണെന്നാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്. ബാങ്കോക്ക്, അതായത് തായ്ലൻഡിലെ ബാങ്കോക്ക് എന്ന് പറയുന്ന സ്ഥലത്താണിത് ബിംസ്റ്റെക് സബ്മിറ്റ് കണ്ടക്ട് ചെയ്ത് കേട്ടോ. ബിംസ്റ്റെക് സബ്മിറ്റ് കണ്ടക്ട് ആയിട്ട് ബാങ്കോക്ക്, തായ്ലൻഡിലെ ബാങ്കോക്കിലാണിത് കണ്ടക്ട് ചെയ്തത്. ഇനി ഇന്ത്യയിൽ നിന്ന് ആരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേണുകളൊക്കെ എന്താണ് പല ടൈപ്പിൽ ചോദിക്കാം. അപ്പോൾ PM മോദി, PM മോദിയാണിത് നമ്മുടെ ബിംസ്റ്റെക്കിൽ ഇന്ത്യയിൽ നിന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് ബോധി പ്രോഗ്രാം. എന്താണ് ഈ ബോധി പ്രോഗ്രാം? ഇന്ത്യ എന്ത് ടൈപ്പ് ഓഫ് പ്രോഗ്രാം ആണ് ഈ ബിംസ്റ്റെക്കിൽ ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്തെന്ന് ചോദിച്ചാൽ ബോധി പ്രോഗ്രാം ആണിത് ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്ത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബോധി പ്രോഗ്രാം എന്ന് വെച്ചാൽ ബിംസ്റ്റെക് ഫോർ organized development of human resource infrastructure. Human resource infrastructure ആണ് ബോധി പ്രോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. ബിംസ്റ്റെക് ഫോർ ഓർഗനൈസ്ഡ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ ആണിത് ബോധി എന്ന പ്രോഗ്രാമിന്റെ ഫുൾ ഫോം. മേ ബി അതും ചോദിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ബിംസ്റ്റെക് അതുപോലെ ബിംസ്റ്റെക്കിന്റെ തീം എന്താണെന്ന് കൂടി നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. പ്രോസ്പെറസ്, റിസൈലന്റ് ആൻഡ് ഓപ്പൺ. ഇതൊക്കെയാണ് പ്രോസ്പെറസ്, റിസൈലന്റ് ആൻഡ് ഓപ്പൺ. ഇതാണിത് ബിംസ്റ്റെക് സമ്മിറ്റിന്റെ തീം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 കാര്യങ്ങൾ പഠിച്ചു, 4 കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഈ ബിംസ്റ്റെക് സമ്മിറ്റ് എവിടെയാണ് നടന്നത്? തായ്ലൻഡിലെ ബാങ്കോക്കിലാണിത് ഇത് നടന്നത്. ഇന്ത്യയിൽ നിന്നും റെപ്രസെന്റ് ചെയ്ത് പോയത് പ്രൈം മിനിസ്റ്റർ മോദിയാണ്. അതുപോലെ ഇന്ത്യ ബോധി പ്രോഗ്രാം ആണിത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്താണ് ബോധി പ്രോഗ്രാം? ബിംസ്റ്റെക് ഫോർ ഓർഗനൈസ്ഡ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ ആണിത് ബോധി പ്രോഗ്രാമിന്റെ ഫുൾ ഫോം. അത് മാത്രമല്ല, ഈ ബിംസ്റ്റെക് സമ്മിറ്റിന് ഒരു തീം കൂടി ഉണ്ടായിരുന്നു. എന്താണ് ആ തീം എന്ന് പറയുന്നത്? പ്രോസ്പെറസ്, റിസൈലന്റ് ആൻഡ് ഓപ്പൺ ആണിത് ഇതിന്റെ തീം എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? അടുത്ത് യുനെസ്കോസ് മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ. യുനെസ്കോ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്റർ. ഈ വേൾഡ് രജിസ്റ്ററിൽ എന്തൊക്കെയാണ് പുതിയതായിട്ട് 2 കാര്യങ്ങൾ ആഡ് ചെയ്യണം? ഇന്ത്യയിൽ നിന്നും ആഡ് ചെയ്തിട്ടുള്ളത് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണിത് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. യുനെസ്കോയുടെ പുതിയ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിലേക്ക് 2 കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഭഗവത്ഗീത ആൻഡ് നാട്യശാസ്ത്രം. ആരാണ് ഭഗവത്ഗീത എഴുതിയത്? വേദവ്യാസമാണ്. മഹാഭാരതത്തിന്റെ ഒരു ഭാഗമാണിത് ഭഗവത്ഗീത എന്ന് പറയുന്നത് അല്ലേ. കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുന്നതാണിത് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതുപോലെ ഭരതമുനിയുടെ നാട്യശാസ്ത്രം. 2 നമുക്ക് എന്താണ് ഓൾറെഡി അറിയാവുന്നതാണ്. ഈ രണ്ടും യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിലേക്ക് ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഈ 2 കാര്യങ്ങൾ നോട്ട് ചെയ്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്ത നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് നോക്കാം അല്ലെ. അപ്പോയിന്റ്മെന്റ്സ് BR ഗവായ് ഹാസ് ബിക്കം ദ 52nd ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഓൾറെഡി ഞാൻ പറഞ്ഞാണ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിലൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കുറച്ച് നാൾ സഞ്ജീവ് ഖന്ന അല്ലെ, പെട്ടെന്ന് ഒരു ഷോർട്ട് ടൈമിലേക്ക് സഞ്ജീവ് ഖന്നയായിരുന്നു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സഞ്ജീവ് ഖന്നയായിരുന്നു കുറച്ചു കാലം നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പം പുതുതായിട്ട് മാറിയിട്ട് BR ഗവായ് BR ഗവായിനെ പുതിയ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. 52nd 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് BR ഗവായിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റീപ്ലേസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 124 ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 124 ക്ലോസ് 2 ഇതിനെപ്പറ്റി പറയുന്നത്. നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഓഫ് സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 124 ക്ലോസ് 2 പറയുന്നത്. അതുപോലെ സുപ്രീം കോടതി ജഡ്ജിന്റെ കാലാവധി എത്ര വർഷം വരെ? കാലാവധി മീൻസ് എത്ര വർഷം വരെ? 65 ഇയേഴ്സ് ആട്ടോ. 65. സുപ്രീം കോർട്ട് മാത്രമേ. ഹൈക്കോർട്ടാണെങ്കിൽ അത് 62 ഇയേഴ്സ് ആട്ടോ. ഹൈക്കോർട്ട് ജഡ്ജ് ആണെങ്കിൽ
60 years വരെയാണ് ജഡ്ജായിരിക്കാൻ സാധിക്കുള്ളൂ. സുപ്രീം കോടതി ആണെങ്കിൽ 65 വർഷം വരെ എന്താണ് ഈ സുപ്രീം കോടതി ജഡ്ജായിട്ട് ഇരിക്കാൻ സാധിക്കും. ഹൈക്കോടതി ആണെങ്കിൽ 62 വയസ്സ് വരെയാണ്. ഓക്കെ, അടുത്താണ് ദിനേശ് മഹേശ്വരി ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർപേഴ്സൺ ഓഫ് 23rd ലോ കമ്മീഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 23ാമത്തെ ലോ കമ്മീഷന്റെ ആരാണ് ചെയർപേഴ്സൺ ആയിട്ട് ദിനേശ് മഹേശ്വരിനെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. ദിനേശ് മഹേശ്വരി ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർപേഴ്സൺ ഓഫ് 23rd ലോ കമ്മീഷൻ. 23ാമത്തെ ലോ കമ്മീഷന് ചെയർപേഴ്സൺ ആയിട്ട് ദിനേശ് മഹേശ്വരിനെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. 1834 ആദ്യമായിട്ടൊരു ലോ കമ്മീഷൻ ഫോം ചെയ്ത്. ഓക്കെ, ലോർഡ് മക്കാളോ. ഓക്കെ, ലോർഡ് മക്കാളുവിൻ്റെ നേതൃത്വത്തിലാണത് അന്ന് 1834 ഒരു ലോ കമ്മീഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയത് കേട്ടോ. ഓക്കെ, അതുപോലെ ഇത് എത്ര വർഷത്തെ ടെന്യൂർ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ചെയർപേഴ്സൺ ലോ കമ്മീഷൻ്റെ ടെന്യൂർ എന്ന് വെച്ചാൽ അത് വെറും 3 years ആട്ടോ. ഓക്കെ, 3 years ആണ് ഇതിൻ്റെ ടെന്യൂർ എന്ന് പറയുന്നത് കേട്ടോ. വെറും 3 years ആണ് ഇതിൻ്റെ ടെന്യൂർ. ഓക്കെ, ക്ലിയർ അല്ലേ? 3 years. അടുത്താണ് ജപ്പാൻ ഹാസ് ബിൽഡ് ദ വേൾഡ്സ് 3D പ്രിന്റഡ് ട്രെയിൻ സ്റ്റേഷൻ. ഓക്കെ, നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് 3D പോസ്റ്റ് ഓഫീസ് പ്രിന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ടല്ലേ ഇന്ത്യയിൽ. അതുപോലെ എന്താണ് ജപ്പാനാണ് ഇത് ഹാസ് ബിൽഡ് ദ വേൾഡ്സ് 3D പ്രിന്റഡ്. ഓക്കെ, വേൾഡിൽ തന്നെ 3D പ്രിന്റഡ് ട്രെയിൻ സ്റ്റേഷൻ ആദ്യമായിട്ട് ബിൽഡ് ചെയ്തതാണ് ജപ്പാനാണ് ബിൽഡ് ചെയ്ത്. ആ സ്റ്റേഷൻ ഒരു പേര് കൊണ്ട് നോക്കിയേ, ഹാഡ് സുഷിമ സ്റ്റേഷൻ ആണെന്ത് ഇതിൻ്റെ പേര് കേട്ടോ. ഹാഡ് സുഷിമ സ്റ്റേഷൻ ആണ് ഈ 3D പ്രിന്റഡ് ട്രെയിൻ സ്റ്റേഷൻ്റെ പേര്. ഇനി എത്ര മണിക്കൂറാണെന്ന് അറിയോ? വെറും 6 മണിക്കൂറുണ്ട്. 6 hours കൊണ്ടാണ് ജപ്പാൻ ഈ ഒരു ട്രെയിൻ സ്റ്റേഷൻ 3D പ്രിന്റഡ് ട്രെയിൻ സ്റ്റേഷൻ കൺസ്ട്രക്ട് ചെയ്ത് കേട്ടോ. വെറും 6 മണിക്കൂർ കൊണ്ട്. ഓക്കെ, വേൾഡിന് 3D പ്രിന്റിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജപ്പാൻ എന്താണ് ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു പ്രിന്റഡ് ട്രെയിൻ സ്റ്റേഷൻ തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു പേര് നോക്കുക, ഹാറ്റ്സുഷിമ സ്റ്റേഷൻ ആണ് ഇതിൻ്റെ നെയിം എന്ന് പറയുന്നത്. അടുത്ത് ഫ്രാൻസ് വിൽ സപ്ലൈ 26 റാഫേൽ എം ഫൈറ്റർ ജെറ്റ്സ് ടു ഇന്ത്യ അണ്ടർ 6300 crore. 63,000 കോടി രൂപയ്ക്ക് എന്താണ് ഫ്രാൻസ് വിൽ സപ്ലൈ. ഫ്രാൻസ് ഇന്ത്യയിലേക്ക് എന്ത് സപ്ലൈ ചെയ്യും? 26 റാഫേൽ എം ഫൈറ്റർ ജെറ്റ്സ്. 26 റാഫേൽ എം ഫൈറ്ററിന് എന്താണ് ഇന്ത്യയിലേക്ക് 63,000 കോടി രൂപയ്ക്ക് എന്താണ് ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് 22 സിംഗിൾ സീറ്റ്. ഓക്കെ, 22 സിംഗിൾ സീറ്റ് ജെറ്റ് ഫൈറ്ററും 4 ഡബിൾ സീറ്റ്. ഓക്കെ, 4 ഡബിൾ സീറ്റ് ജെറ്റ് ഫൈറ്റർ റാഫേൽ വിമാനങ്ങളുമാണത് ഇതിനകത്ത് ഉള്ളത് കേട്ടോ. ഓക്കെ, മേ ബി ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷേ എന്നാൽ പഠിച്ചു വെക്കുക. 22ഉം 4, 22 സിംഗിൾ സീറ്റും 4 ഡബിൾ സീറ്റ് ജെറ്റ് ഫൈറ്റർ എഞ്ചിൻസും ആണത് ഈ ഒരു കാറ്റഗറിയിൽ ഇവർ ഇന്ത്യയിലേക്ക് ഫ്രാൻസ് കൊടുക്കുന്നത് കേട്ടോ. അടുത്താണ് തെലങ്കാന ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഇംപ്ലിമെന്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് സബ് ക്ലാസിഫിക്കേഷൻ. ഷെഡ്യൂൾഡ് കാസ്റ്റ് സബ് ക്ലാസിഫിക്കേഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഫസ്റ്റ് എന്നൊക്കെ പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. തെലങ്കാന ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഇംപ്ലിമെന്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് സബ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഷെഡ്യൂൾഡ് കാസ്റ്റ് സബ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ തെലങ്കാനയാണ്. ഡിവൈഡ്സ് 59 എത്ര കാസ്റ്റ് ആണ്? 59 സബ് കാസ്റ്റ് ഇൻറ്റു 3 ഗ്രൂപ്പ്സ്. ഓക്കെ, 3 ഗ്രൂപ്പുകളായിട്ട് എന്താണ് ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മാറ്റിയിട്ടുണ്ട്. ഓക്കെ, 59 സബ് കാസ്റ്റ് ഇൻറ്റു 3 ഗ്രൂപ്പ്സ്, 3 ഗ്രൂപ്പുകളായിട്ട് എന്താണ് ഇതിനെ മാറ്റിയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെലങ്കാന ഇമ്പോർട്ടൻ്റ് ആണ്. തെലങ്കാന ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഇംപ്ലിമെന്റ് എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവം. 59 സബ് കാസ്റ്റിനെ 3 ഗ്രൂപ്പുകളായിട്ട് ഇതിനകത്ത് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 3 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അടുത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് യൂണിവേഴ്സിറ്റി സെക്യൂർഡ് ദ ടോപ്പ് പൊസിഷൻ ഇൻ ദ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്സ്. അതായത് ഏഷ്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് എടുത്തപ്പോൾ അതിനകത്ത് ആദ്യം ഫസ്റ്റ് സ്ഥാനം ഇന്ത്യയിലെ ഫസ്റ്റ് സ്ഥാനം ലഭിച്ച ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് യൂണിവേഴ്സിറ്റി ആണ്. ഓക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് യൂണിവേഴ്സിറ്റി ആണത് ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്സിൽ ഒന്നാമത് എത്തിയിട്ടുള്ളത്. ഇനി ഓൾ നോക്കുവാണെങ്കിൽ ഏഷ്യയിൽ എത്രാമത്തെ സ്ഥാനം എന്ന് വെച്ചാൽ 38ാമത്തെ സ്ഥാനമാണ്. 38th ആണ്. 38th. ഓക്കെ, 30 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എത്രയാണ്? 38ാമത്തെ 38th റാങ്ക് ആണെന്ത് ഇന്ത്യയിലുള്ള ഏഷ്യൻ യൂണിവേഴ്സിറ്റി റാങ്കിങ്സിൽ IISc ബാംഗ്ലൂരിന് കിട്ടിയിട്ടുള്ളത്. ഇനി ഓക്കെ, സെക്കൻഡ് അണ്ണ യൂണിവേഴ്സിറ്റി കേട്ടോ. സെക്കൻഡ് റാങ്ക് ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് റാങ്ക് ആർക്കാന്ന് ചോദിച്ചാൽ അത് അണ്ണ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. അണ്ണ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യ തന്നെ സെക്കൻഡ് റാങ്ക് എന്ന് പറയുന്നത്. അണ്ണ യൂണിവേഴ്സിറ്റിയാണ് സെക്കൻഡ്. അതുപോലെ എന്താണ് 38th റാങ്ക് എന്താണ് ഓൾ ഇന്ത്യ ഓൾ ഏഷ്യയിൽ 38th റാങ്കും ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് റാങ്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്താണ് ഗുജറാത്ത് സ്റ്റേറ്റ് ടോപ്പ് ദ ഫസ്റ്റ് പഞ്ചായത്ത് അഡ്വാൻസ് ഇൻഡെക്സ്. ഓക്കെ, പൈ ഇൻഡെക്സ് എന്ന് പറയും, PAI. ഓക്കെ,
പൈ ഇൻഡെക്സ് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. പൈ ഇൻഡെക്സിൽ ടോപ്പായി മാറി. ഓക്കെ, ഗുജറാത്ത് സ്റ്റേറ്റ് ആണ്, ഗുജറാത്ത് സ്റ്റേറ്റ് ആണ് പൈ ഇൻഡെക്സിൽ ടോപ്പായി മാറിയിട്ട് ഉള്ളത് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സെക്കൻഡ് ചോദിക്കാം. സെക്കൻഡ് തെലങ്കാനയാണ്. സെക്കൻഡ് ലഭിച്ചിരിക്കുന്നത് തെലങ്കാന. ഓക്കെ, സെക്കൻഡ് തെലങ്കാന പോലെ. തേർഡ് മഹാരാഷ്ട്ര ആണ്. തേർഡ് മഹാരാഷ്ട്ര. തേർഡ് മഹാരാഷ്ട്ര ആണ് സെക്യൂർ ആയിട്ടുള്ളത്. തേർഡ് മഹാരാഷ്ട്ര. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും വരെ ചോദിക്കുള്ളൂ, തേർഡ് ചോദിക്കില്ല. വേണമെങ്കിൽ എന്താണ് ജസ്റ്റ് പഠിച്ചു നോക്കാം കേട്ടോ. പൈ ഇൻഡെക്സിൽ ടോപ്പായിട്ടുള്ള ഗുജറാത്ത് ആണ്. ഗുജറാത്ത്, അതായത് പഞ്ചായത്ത് സംഭവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും കിടലായിട്ട് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ അത് ഗുജറാത്ത് സ്റ്റേറ്റ് ആണ് ഈ ഒരു ഇൻഡെക്സിൽ ടോപ്പായിട്ട് മാറിയിട്ടുള്ളത് കേട്ടോ. അടുത്ത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഓക്കെ, സ്പോർട്സ്. ലോറസ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ. ഓക്കെ, ലോറസ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചതാണ് ആർക്ക്? മോണ്ടോ ഡുപ്ലാന്റിസ് ആണ് കേട്ടോ. മോണ്ടോ ഡുപ്ലാന്റിസ് ആണ് ലോറസ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത്. അദ്ദേഹം ഒരു പോൾ വാൾട്ട് ആണ് അല്ലേ? അദ്ദേഹം ഒരു പോൾ വാൾട്ട്. അദ്ദേഹം ഒരു പോൾ വാൾട്ടർ ആണ്. അതുപോലെ ലോറസ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ. ഓക്കെ, ലോറസ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് സൈമൺ ബൈൽസ് ആണ്. ഒരു ജിംനാസ്റ്റ് ആണ്. ജിംനാസ്റ്റ്. ഓക്കെ, ഓക്കെ, ജിംനാസ്റ്റ് സൈമൺ ബൈൽസ് ആണ് ലോറസ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ രണ്ടും പഠിച്ചു നോക്കാം. ലോറസ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് 2025 ആണ്. ഓക്കെ, ഇത് 2025, 2025. ഇതും 2025, 2025. ഓക്കെ, ലഭിച്ചത് സൈമൺ ബൈൽസ് ആൻഡ് മോണ്ടോ ഡുപ്ലാന്റിസ്. ഓക്കെ, അദ്ദേഹം ഒരു പോൾ വാൾട്ടർ ആണ്. സൈമൺ ബൈൽസ് ഒരു ജിംനാസ്റ്റ് ആണ്. ഓക്കെ, രണ്ടും അത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് ഗ്ലോബൽ ടെക്നോളജി സബ്മിറ്റ്. ഓക്കെ, ഗ്ലോബൽ ടെക്നോളജി സബ്മിറ്റ്. നമ്മൾ സബ്മിറ്റ് കോൺഫറൻസുകളൊക്കെ എവിടെയാണ്? നേരത്തെ നമ്മൾ ബിംസ്റ്റെക് സബ്മിറ്റ് കണ്ടു, അത് തായ്ലാൻഡിലാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം. ഗ്ലോബൽ ടെക്നോളജിക്കൽ സബ്മിറ്റ് എവിടെയാണ് നടന്നതെന്ന് ചോദിക്കുക. അവിടെയാണ്, അത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. ഓക്കെ, ഹോസ്റ്റ് ന്യൂഡൽഹിയിലാണ് ഈ ടെക്നോളജിക്കൽ സബ്മിറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എത്രാമത്തെ എഡിഷൻ ആണ്? എത്രാമത്തെ എഡിഷൻ വെച്ചാൽ 9th എഡിഷൻ ആണ്. ഓക്കെ, 9th. ഓക്കെ, 9th എഡിഷൻ ആണ്. ഇനി ഹോസ്റ്റഡ് ബൈ ആരാണ് ഹോസ്റ്റ് ചെയ്തത്? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എസ് ജയശങ്കർ ആണ് ഇത് ഇന്നാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ തീം എന്ന് വെച്ചാൽ സംഭാവന അല്ലെങ്കിൽ പോസിബിലിറ്റീസ് എന്നൊക്കെ പറയും. ഓക്കെ, തീം സംഭാവന. തീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീം നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം. തീം ഇടയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗ്ലോബൽ സബ്മിറ്റ് നടന്നത് ന്യൂഡൽഹിയിലാണ്. അത് ഇനാഗ്രേറ്റ് ചെയ്തല്ല കണ്ടക്ട് ചെയ്ത ആരാണ്? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് വഴിയാണ്. 9th എഡിഷൻ ആണ്. ഇനാഗ്രേറ്റ് ചെയ്തത് നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്റ്ററായ എസ് ജയശങ്കർ ആണ് ഇനാഗ്രേറ്റ് ചെയ്തത്. തീം എന്ന് വെച്ചാൽ സംഭാവനയാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. അടുത്ത് നമ്മൾ നേരത്തെ ലോറസ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയറും ഒക്കെ മുമ്പൊക്കെ പറഞ്ഞായിരുന്നു. അതിൻ്റെ കൂടെ ഒരു കാര്യം ആഡ് ചെയ്യണ്ടായിരുന്നു. ലോറസ് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ അവാർഡ്. ഓക്കെ, ലോറസ് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് ലാമിൻ യാമലിനാണ്. ലാമിൻ യാമൽ ഫുട്ബോളറാണ്. അദ്ദേഹം ഒരു ഫുട്ബോളർ. ഓക്കെ, അദ്ദേഹം ഒരു ഫുട്ബോളറാണ്. ഇനി അടുത്ത് ശിവസുബ്രഹ്മണ്യം രാമൻ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ചെയർപേഴ്സൺ ഓഫ് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി PFRDA. ആരാണ്? ശിവസുബ്രഹ്മണ്യം രാമൻ. ഓക്കെ, ശിവസുബ്രഹ്മണ്യം രാമൻ ആണിത് PFRDയുടെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ PFRDA എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് ചോദിച്ചാൽ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 2003 PFRDA എസ്റ്റാബ്ലിഷ് ആയത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാട്ടോ. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. ഓക്കെ, ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്താണ് ഇൻഡെക്സുകൾ അല്ലേ? ഇൻഡെക്സുകൾ റാങ്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് എന്താണ് നമുക്ക് കാണാറുള്ള ടൈപ്പ് ഓഫ് ഇൻഡെക്സുകൾ അല്ലേ? നോക്കാം. ഗ്ലോബൽ AI ഇൻവെസ്റ്റ്മെന്റ്സ് 2025. ഓക്കെ, ഗ്ലോബൽ AI ഇൻവെസ്റ്റ്മെന്റ്സ് 2025 ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. അതൊക്കെയാണ് ഒന്ന് ടോപ്പ്. ഓക്കെ, ആരാണ് ഏത് കൺട്രിയാണ് ടോപ്പായി മാറിയത്? രണ്ടാമത് ഇന്ത്യയുടെ റാങ്ക് എത്രാമതാണ്? ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നോക്കാം. ഗ്ലോബൽ AI ഇൻവെസ്റ്റ്മെന്റ്സ് 2025 ടോപ്പ് ആയത് USA ആണ്. ഓക്കെ, ആരാണ്? USA ആണ് ടോപ്പ് ആയത്. അതുപോലെ ഇന്ത്യയുടെ റാങ്ക് എത്രാമത്? ഇന്ത്യയുടെ റാങ്ക് 10th റാങ്ക് ആട്ടോ. ഇന്ത്യയുടെ റാങ്ക് 10ാം റാങ്കാണിത് ഇന്ത്യക്ക് ഗ്ലോബൽ AI ഇൻവെസ്റ്റ്മെന്റ്സ് 2025 ലഭിച്ചത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ US വേൾഡ് ഫ്യൂച്ചർ സ്കിൽസ് ഇൻഡെക്സ് 2025. ഇതാണ് ഫ്യൂച്ചർ സ്കിൽസ് ഇൻഡെക്സ് 2025
ടോപ്പ് ആയത് USA ആണ്. ഓക്കെ, ടോപ്പ് കൺട്രി വീണ്ടും രണ്ടിലും ടോപ്പ് USA അല്ലേ, എക്കകത്തും അതുപോലെ ഫ്യൂച്ചർ സ്കിൽ ഇൻഡെക്സിലും രണ്ടിലും ടോപ്പ് USA ആണ്. ഇനി അതെന്താണ്, ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 25 ആണ്. ഇന്ത്യയുടെ റാങ്ക് 25 ആണ് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. 25. അപ്പോൾ മറക്കരുത്, AI ഇൻഡെക്സിൽ 10ാമതും ഫ്യൂച്ചർ സ്കിൽ ഇൻഡെക്സിൽ എത്രയാണ്? 25ാമതുമാണെന്ന് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. അടുത്ത് ബ്രിക്സ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, ബ്രിക്സ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ്. ഓക്കെ, അത് എവിടെയാണ് ഹെൽഡ് ചെയ്തതെന്ന് വെച്ചാൽ ഹെൽഡ് അറ്റ് ബ്രസീൽ തന്നെയാണ് ഹെൽഡ് ചെയ്തത്. ബ്രിക്സ് സമ്മിറ്റും എന്താണ് 2025 ബ്രസീലിലാണ്. ഓക്കെ, 2024 റഷ്യയിലായിരുന്നു, 2025 ബ്രസീലിലാണ് നടക്കാൻ പോകുന്നത്. ബ്രിക്സ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് എവിടെയാണ്? അതും ബ്രസീൽ തന്നെ കണ്ടക്ട് ചെയ്ത്. ശോഭ കരഞ്ജയ് പാർട്ടിസിപ്പേറ്റ് ഫ്രം ഇന്ത്യ. ഓക്കെ, ശോഭ കരഞ്ജയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത്. ആരാണ്? മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. ഓക്കെ, മിനിസ്റ്റർ ഓഫ് Minister of Labor and Employment ആയ ശോഭ കരഞ്ജയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. തീം എന്തായിരുന്നു? തീം എന്ന് ചോദിക്കാം. തീമാണ് സ്ട്രെങ്തനിങ് ദ കോപ്പറേഷൻ ഓഫ് ദ ഗ്ലോബൽ സൗത്ത് ഓർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗവേണൻസ്. കുറച്ച് ലെങ്തിയാണ്, പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും 2-3 കീവേഡ്സ് എങ്കിലും പഠിച്ചു നോക്കാം കേട്ടോ. സ്ട്രെങ്തനിങ് ദ കോപ്പറേഷൻ ഓഫ് ദ ഗ്ലോബൽ സൗത്ത് ഓർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗവേണൻസ്. ഓക്കെ, ഇതാണ് എന്ത്? തീം എന്ന് പറയുന്നത് കേട്ടോ. തീം. അടുത്ത് ഗാന്ധി വൈൽഡ് ലൈഫ് സാഞ്ചുറി. ഓക്കെ, ഗാന്ധി വൈൽഡ് ലൈഫ് സാഞ്ചുറി. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ അതിനെ പറ്റിയുള്ള ന്യൂസ് ആണ്, റീസെന്റ് ആയിട്ട് വന്നൊരു ന്യൂസ് ആണ്. അതായത് ആഫ്രിക്കൻ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു. ഓക്കെ, ചീറ്റ റീഹാബിലിറ്റേഷൻ പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നമീബിയയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നും മൊത്തം എന്താണ് 20 ചീറ്റാസിനെ നമ്മുടെ കുണോ നാഷണൽ പാർക്കിലേക്ക് എത്തിച്ചിരുന്നു. ആ ചീറ്റാസിന് എന്താണ്, ആ ആഫ്രിക്കൻ ചീറ്റാസിനെ എന്താണ് റീലൊക്കേറ്റഡ് ഫ്രം കുണോ നാഷണൽ പാർക്ക് ടു ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാഞ്ചുറി. ഇങ്ങോട്ടാണ് ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ്. അവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നത് മധ്യപ്രദേശിലാട്ടോ. മധ്യപ്രദേശിലാണ് ഗാന്ധി സാഗർ. അവിടെയാണ് മധ്യപ്രദേശ്. ഓക്കെ, മധ്യപ്രദേശിലാണിത് ഈ നാഷണൽ പാർക്സ് സ്ഥിതി ചെയ്യുന്നത്. എവിടെ നിന്നാണ്? കുനോ നാഷണൽ പാർക്ക് ടു ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സെഞ്ചുറിയിലേക്ക് എന്താണ് ഇതിനെ റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റീലൊക്കേറ്റ് ചോദിക്കാട്ടോ, റീലൊക്കേറ്റ് ഇതിനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചീറ്റ റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റ് ആയിരുന്നു. ഓക്കെ, സൗത്ത് ആഫ്രിക്കയിൽ നിന്നും നമീബിയയിൽ നിന്നും 20 ചീറ്റാസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നാണ് കുനോ നാഷണൽ പാർക്കാണ് ആദ്യം കൊണ്ടുവന്ന്. അവിടെ നിന്നാണ് വീണ്ടും ഇപ്പം ഇങ്ങോട്ട് മാറ്റുന്നത് ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സെഞ്ചുറിയിലേക്ക് ഇതിനെ സ്വിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്താണ് ഓക്കെ, വീണ്ടും സെയിം QS വേൾഡ് ഫ്യൂച്ചർ സ്കിൽ ഇൻഡെക്സ് നമ്മൾ ഓൾറെഡി ഇന്ന് പഠിച്ചതാണ്. ഓക്കെ, ഇന്ത്യ റാങ്ക് 25 ആണ്. ടോപ്പ് ആയത് USA എന്നൊക്കെ പഠിച്ചാട്ടോ. ഓക്കെ, അത് വീണ്ടും ഒന്നുകൂടെ ഒന്നാണ്. സോറി. അടുത്ത ഇൻഡെക്സ് ആണ് റെഡിനെസ് ഫോർ ഫ്രണ്ടിയർ ടെക്നോളജീസ് ഇൻഡെക്സ്. ഓക്കെ, എല്ലാത്തിലും ടോപ്പ് USA ആണ്. ഓക്കെ, റെഡിനെസ് ഫോർ ഫ്രണ്ടിയർ ടെക്നോളജീസ് ഇൻഡെക്സിൽ ടോപ്പ് ആയിട്ടുള്ളത് USA ആണ്. യുടെ റാങ്ക് എത്രയാണ്? USA റാങ്ക് 1 ആണ്. ഇന്ത്യ റാങ്ക് എത്രയാണ്? ഇന്ത്യ റാങ്ക് 36 ആണ്. 36 ആണെന്ത് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ 3 റാങ്ക് പഠിച്ചു. അതൊക്കെയാണ് ഒന്ന് AI 10, അതുപോലെ സ്കിൽ ഇൻഡെക്സിൽ 25, റെഡിനെസ് ഫ്രണ്ടിയർ ടെക്നോളജീസ് ഇൻഡെക്സ് എത്രയാണ്? 36ാം റാങ്ക് ആണെന്ന് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള. ഇന്ത്യയുടെ റാങ്ക് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം, ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ഇന്ത്യയുടെ റാങ്ക് തന്നെയാട്ടോ. ഓക്കെ, അടുത്താണ് മിറ്റാത്തൽ ആൻഡ് ടൈഗ്രാന ഫ്രം ഹാരപ്പൻ സിവിലൈസേഷൻ സൈറ്റ് വാസ് ഡിക്ലെയർഡ് ആസ് എ പ്രൊട്ടക്റ്റഡ് ആർക്കിയോളജിക്കൽ മോണുമെന്റ്. നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയൊക്കെ നമ്മൾ അല്ലേ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ പുതിയ 2 സൈറ്റ് അല്ലേ നോക്കി. മിറ്റാത്തൽ ആൻഡ് ടൈഗ്രാന ഫ്രം ഹാരപ്പൻ സിവിലൈസേഷൻ സൈറ്റ് വാസ് ഡിക്ലെയർഡ് ആസ് എ പ്രൊട്ടക്റ്റഡ് ആർക്കിയോളജിക്കൽ മോണുമെന്റ്. ഈ 2 സൈറ്റ് എവിടെയാണ്? ഹരിയാനയിലാണല്ലോ. ഹരിയാനയിലെ ഭിവാനി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണിത്. ഓക്കെ, ഹരിയാനയിലെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഹരിയാനയിലെ ഭിവാനി. ഓക്കെ, ഭിവാനി ഡിസ്ട്രിക്റ്റിലാണത് ഈ സിറ്റി വരുന്നത് കേട്ടോ. മിറ്റാത്തൽ ആൻഡ് ടൈഗ്രാന സിറ്റി വരുന്നത് വെച്ചാൽ അത് ഈ ഒരു ഹരിയാനയിലെ ഭിവാനി ഡിസ്ട്രിക്റ്റിലാണത്. ഇത്
ലൊക്കേറ്റ് ചെയ്യുന്നതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്ന നല്ല സാധനം. കാരണം ഹാരപ്പൻ സിവിലൈസേഷൻ്റെ സൈറ്റ് കൂടിയാണ് ഒരു പ്രൊട്ടക്റ്റഡ് ആർക്കിയോളജിക്കൽ മോണുമെൻ്റ് ആയിട്ട് മാറ്റില്ല കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ആണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി. നമ്മൾ റീസെൻ്റ് ആയിട്ട് കണ്ടാണ് നമ്മുടെ പഹൽഗാം അറ്റാക്കിന് ശേഷം നമ്മൾ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ കംപ്ലീറ്റ്ലി എന്താണ് കളഞ്ഞു അല്ലേ, നിർത്തി. അപ്പോൾ അതും എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത് എന്നാണ് സൈൻ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം. ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്താണ്, ഇന്ത്യ കംപ്ലീറ്റ്ലി ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്താണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടു അല്ലേ. ഫോംഡ് ഇൻ 1960 സെപ്റ്റംബർ 19. ഓക്കെ 1960 സെപ്റ്റംബർ 19 അയ്യൂബ് ഖാനും നെഹ്റുവും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയായിരുന്നു നമ്മുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. അതെന്താണ് 2025 ഏപ്രിൽ 22 എന്താണ് ഇന്ത്യ എന്താണ് ആ കരാറ് റദ്ദാക്കിയിരിക്കുകയാണ്. എന്തായിരുന്നു ഈ കരാർ എന്ന് പറയുന്നത്, അതായത് ഇൻഡസും ജലവും ഓക്കെ ചെനാബും എന്താണ് പാകിസ്ഥാന് 80% വാട്ടർ എടുക്കാം, 20% എന്താണ് ഇന്ത്യക്കാരൻ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് പാകിസ്ഥാൻ ആയിരിക്കും. ബാക്കിയുള്ള നമ്മുടെ രവി ബിയാർ സട്ലജ് എന്ന് പറയുന്നത് ആർക്കാണ്, നമ്മുടെ ഇന്ത്യക്ക് എന്താണ് 80% വാട്ടർ എടുക്കാം, ബാക്കി 20% പാകിസ്ഥാനായിരുന്നു, കൂടുതൽ കൺട്രോളും ഇന്ത്യക്കായിരുന്നു. ഈ ഒരു കരാറാണെന്ത് നമ്മൾ ഏപ്രിൽ 22 2025 നമ്മൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടില്ല. എന്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പഹൽഗാം സസ്പെൻഡ് ചെയ്ത ടെററിസ്റ്റ് അറ്റാക്ക് ഇൻ പഹൽഗാം. ഓക്കെ ബൈസനം വയലിലുള്ള പഹൽഗാം അറ്റാക്കിനെ തുടർന്നാണ് നമ്മൾ ഈ ഒരു കാര്യം എന്താണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫോം ചെയ്ത വർഷവും ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഫോം ചെയ്ത ട്രീറ്റി സൈൻ ചെയ്ത വർഷവും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ എന്നാണിത് അബോളിഷ് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തതെന്നാണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ഹൈ ചാൻസ് ഉള്ള ചോദ്യം കൂടിയാട്ടോ. അടുത്താണ് സൗദാഗരി ബ്ലോക്ക് പ്രിന്റ് ഫ്രം അഹമ്മദാബാദ് റീസെൻ്റ്ലി റിസീവ്ഡ് GI ടാഗ്. ഓക്കെ ഞാൻ പറഞ്ഞു GI ടാഗ് പല സ്റ്റേറ്റിനും പല കാര്യങ്ങളും കിട്ടാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഇതുപോലെ കറണ്ട് അഫയേഴ്സിൽ ഈ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ട്രഡീഷണൽ ക്രാഫ്റ്റ് ആണോ, ടൈപ്പ് ഓഫ് ക്രാഫ്റ്റിംഗ് ആണ് ഈ പ്രിന്റ് എന്ന് പറയുന്നത്. സൗദാഗരി ബ്ലോക്ക് പ്രിന്റ് ഒരു ട്രഡീഷണൽ ക്രാഫ്റ്റ് ആണ്. ഓക്കെ ഒരു ട്രഡീഷണൽ ക്രാഫ്റ്റ് ആണിത് ഈ സൗദാഗരി ബ്ലോക്ക് പ്രിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് അഹമ്മദാബാദ്. ഓക്കെ അഹമ്മദാബാദ് റീസെൻ്റ്ലി റിസീവ്ഡ് GI ടാഗ്. അടുത്ത് ആഫ്രിക്കൻ ചീറ്റ വിൽ ബി റീലൊക്കേറ്റ്. ഓക്കെ ഓൾസോ നമ്മൾ പറഞ്ഞാണ് ആഫ്രിക്കൻ ചീറ്റ റീലൊക്കേറ്റ് ഫ്രം കുണോ നാഷണൽ പാർക്ക് ടു ഗാൻസാഗർ വൈൽഡ് സാങ്ച്വറി മധ്യപ്രദേശ്. ഒക്കെ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്ത സെയിം കാര്യമാണ്. അടുത്ത് കൊളോസൽ ബയോസയൻസസ് ഹാസ് ക്ലെയിം ടു സക്സസ്ഫുള്ളി റിവൈവ് ഡയർ വൂൾഫ് എക്സ്റ്റിൻറ്റ് ആനിമൽ. ഓക്കെ ഒരു എക്സ്റ്റിൻറ്റ് ആയിട്ടുള്ള ആനിമൽ എന്താണ് വീണ്ടും അതിൻ്റെ എന്താണ് ജീനുകളൊക്കെ എടുത്ത് ഒന്നുകൂടി എന്താണ് അതിനെ വീണ്ടും റീബിൽഡ് ചെയ്തു, അല്ല വളരെ സക്സസ്ഫുള്ളി റിവൈവ് ചെയ്തു, വീണ്ടും എന്താണ് ആ ടൈപ്പ് ഓഫ് വോൾഫ്സിനെ കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്താണ് ഒരുപാട് സസ്പീഷ്യസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇത് ചെയ്തില്ല എന്നൊക്കെ കുറേ ന്യൂസ് ഉണ്ട്. പക്ഷേ ഒളിപ്പിച്ച് നമുക്ക് ഇതിങ്ങനെ ന്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം കറണ്ട് അഫയേഴ്സിൽ ആഡ് ചെയ്തിരുന്നത്. ഓക്കെ ഡയർ വോൾഫ് എക്സിൻ്റെ ആനിമൽ എന്താണ് അവർ വീണ്ടും തിരിച്ച് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യൂസിലുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ അതിൻ്റെ സത്യാവസ്ഥ എന്താ നമുക്കറിയില്ല, പക്ഷേ ഇങ്ങനെ കാര്യം എന്താണ് ന്യൂസിൽ കണ്ടിരുന്നു, അതുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഡേറ്റ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്താണ് ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് അല്ലേ, നമുക്കൊക്കെ അഭിമാനമായ നമ്മുടെ ഒരു മലയാളം പടം കാനിസ് ഫിലിം ഫെസ്റ്റിവലിൽ അതിൻ്റെ അവാർഡ് കരസ്ഥമാക്കിയത്. ഇപ്പം അതിൻ്റെ പുറമെ എന്താണ് മറ്റൊരു അവാർഡും കൂടെ എന്താണ് ഇതിന് ലഭിച്ചിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. പായൽ കപാഡിയ നമുക്ക് ഓൾറെഡി ഡയറക്ട് ചെയ്തത് പായൽ കപാഡിയാണ്. പായൽ കപാഡിയ ഹാസ് ഹോണർഡ് വിത്ത് ദ ഫ്രഞ്ച് സിവിലിയൻ അവാർഡ്. ഓക്കെ ഫ്രഞ്ച് സിവിലിയൻ അവാർഡ്. ആ അവാർഡിന്റെ പേരാണ് ഓഫീസർ ഡസ് ആസ് എ ഡസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. എന്താ പ്രൊണൗൺസിയേഷൻ നോക്കണ്ട. ഓക്കെ എനിക്കും കറക്റ്റ് ആയിട്ട് അറിയില്ല. നമുക്ക് ഫ്രഞ്ചിൽ പറയുന്നതാണ്, ഫ്രഞ്ചിൽ പറയുന്ന വാക്കുകളാണ്. നമുക്കിത് പഠിക്കാൻ മാത്രമേ ഫ്രഞ്ച് എന്താണ് അവാർഡ് ആണ് ലഭിച്ച് നോക്കി വെക്കുക ഫോർ കോൺട്രിബ്യൂഷൻ ടു സിനിമ. ഓക്കെ ഓൾ വി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്ന് പറയുന്ന ഈ മൂവിക്ക് വേണ്ടി മൂവിക്ക് വേണ്ടി പായൽ കബാഡിക്ക് ഒരു അവാർഡ് ഇങ്ങനൊരു അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അടുത്താണ് റംഗാളി ബിഹു. ഓക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഇത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കാരണം ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇതേ സമയത്താണ് 3 ടൈപ്പ് ഓഫ് ബിഹു ഉണ്ട്. റംഗാളി ബിഹു, കൊങ്കാളി ബിഹു, അതുപോലെ ബൊഗാളി ബിഹു എന്ന് പറയുന്ന 3 ടൈപ്പ് ഓഫ് ബിഹു ഉണ്ട്. നമ്മൾ ആസാമിൽ മെയിനായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏപ്രിൽ എന്നാണ് സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കൃത്യമായിട്ട് എന്താണ് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി വിചാരിച്ചു. അപ്പോൾ നോക്കിയേ റംഗാളി റംഗാളി ബിഹു അല്ലെങ്കിൽ ബൊഹാങ് ബിഹു ഇത് നടക്കുന്നതാണത് ഏപ്രിൽ കേട്ടോ. ഇത് നടക്കുന്നതാണ് ഏപ്രിൽ. ഇത് സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആണ്. ഓക്കെ ഏതാണ് റംഗാളി അല്ലെങ്കിൽ ബൊഹാങ് ബിഹു എന്ന് പറയുന്നത് സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആണ്. ഇനി അടുത്ത് കൊങ്കാളി അല്ലെങ്കിൽ കത്തി ബിഹു എന്ന് പറയുന്നത് ആനിമിസ്റ്റിക് ഫെസ്റ്റിവൽ ആണ്. അത് നമ്മൾ
ഒക്ടോബറിലാണത് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് ലൈറ്റിംഗ് ലാമ്പ് ഇൻ ഫ്രണ്ട് ഓഫ് തുളസി ട്രീ. ഓക്കെ, തുളസി ട്രീയുടെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ലാമ്പൊക്കെ വെച്ച് കത്തിച്ചിട്ട് നമ്മൾ ദീപം എന്നൊക്കെ പറഞ്ഞ പോലെ അതുപോലെ എന്താണ് കത്തിച്ച് വെച്ചിട്ട് അങ്ങനെയാണ് ഈ കൊങ്കാളി ഓർ കതി ബിഹു മെയിൻ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ആണ് ബൊഗാളി ഓർ മാഗ് ബിഹു എന്ന് പറയുന്നത്. അതാണ് ദ റിയൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ കേട്ടോ. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ ബൊഗാളി അല്ലെങ്കിൽ ബൊഗാളി ഓർ മാഗ് ബിഹു ആണെന്ത് നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ജാനുവരിയിലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. മൂന്നും കൃത്യമായിട്ട് പഠിക്കുക. സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആണെന്ത് ഏപ്രിൽ കണ്ടക്ട് ചെയ്യുന്നത്. കൊങ്കാളി ഓർ കതി ബിഹു ആണ് നമ്മൾ ഒക്ടോബറിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ ബൊഗാളി ഓർ മാഗ് ബിഹു ആണെന്ത് നമ്മൾ ജാനുവരിയിൽ. അതുപോലെ അതിൻ്റെ പേരാണെന്ത് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. സ്ട്രാറ്റജിയുടെ ഭാഗത്ത് നിന്നൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ എന്താണ് ഇതിന്റെ ഭാഗത്ത് നിന്ന് വരാറുണ്ട് കേട്ടോ. അടുത്ത് വഖഫ് അമെൻമെന്റ് ആക്ട് ഓഫ് 2025. അതായത് റീസെന്റ് ആയിട്ട് നമ്മുടെ കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റ് 8 എന്താണ് വഖഫ് അമെൻമെന്റ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു അല്ലേ. കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ട് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പുതിയൊരു ബില്ല് എന്താണ് പാർലമെന്റ് റീസെന്റ് ആയിട്ട് പാസ് ചെയ്തിരുന്നു കേട്ടോ. ഓക്കെ, ഓഗസ്റ്റ് 8 2024 എന്താണ് വഖഫ് അമെൻമെന്റ് ബില്ല് പാർലമെന്റിൽ കൊടുത്തിരുന്നു. ഇത് പാസ്സാക്കി. എന്താണ് പാസ്സാക്കി? ഇറ്റ് വാസ് പാസ്ഡ് ബൈ പാർലമെന്റ് ഇൻ ഏപ്രിൽ 2025. ഏപ്രിൽ 2025 എന്താണ് വഖഫ് നിയമം എന്താണ് നിലവിൽ വന്നിട്ടുണ്ട്. ആൻഡ് അമെൻമെന്റ് അമെൻമെന്റ് നിലവിൽ വന്നിട്ടുണ്ട്. ആൻഡ് അമെൻഡഡ് ദ വഖഫ് ആക്ട് ഓഫ് 1995. വഖഫ് ആക്ട് ഓഫ് 1995 എന്താണ് അമെൻഡ് ചെയ്തിട്ടാണ്. കുറച്ച് ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളൂ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അത് എക്സ്പ്ലനേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വഖഫ് ബൈ യൂസ് എന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അത് എന്താണ് അത് എടുത്ത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അതുപോലെ എന്താണ് വഖഫ് എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർട്ടി, ഓക്കെ, മതപരമായ കാര്യങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി എന്താണ് അവരെ കൊടുക്കുക അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഭാഗമായിട്ട് എഴുതി കൊടുക്കുകയല്ല അവരെ ആക്കി മാറ്റുക എന്നുള്ളതാണ് വഖഫ് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ആ ബില്ല് പാസ്സാക്കിയതെന്നാണ് ആ ബില്ല് പാസ്സാക്കിയത്. അവതരിപ്പിച്ചത് ഓഗസ്റ്റ് 8 അത് പാസ്സാക്കിയത് ഏപ്രിൽ 2025 ഇത് പാസ്സാക്കിയതെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഏത് അമെൻമെന്റ് ആക്ട് ആണ് ഒരു എന്താ ചെയ്തത്? 1995 ആക്ട് ആണ് അവർ വീണ്ടും ഒന്നുകൂടെ അമെൻഡ് ചെയ്തത്. ഈ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്താണ് 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. 2025 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, എവിടെയാണ് ഹോസ്റ്റ്? എവിടെയാണ് നടന്നത്? ആദ്യം ചോദിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തത് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് നടന്നത്? ഇതാണ് ആദ്യം ചോദിക്കുന്നത് കേട്ടോ. ഹോസ്റ്റ് ചെയ്ത് സൗദി അറേബ്യ. ഹോസ്റ്റ് ഓക്കെ നടന്നത് സൗദി അറേബ്യയിലാണിത് ഇത് നടന്നത് കേട്ടോ. സൗദി അറേബ്യ. ഇനി ഈ ഒരു മെഡൽ ടാലിയിൽ ടോപ്പ് ആയത് ഏറ്റവും കൂടുതൽ മെഡൽ കരസ്ഥമാക്കിയത് അത് ചൈനയാണ്. ചൈനയാണിത് ഈ ഒരു ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മെഡൽ കരസ്ഥമാക്കിയത് ചൈനയാണ്. ഇനി ഇന്ത്യക്ക് എത്രയാണ്? ഇന്ത്യക്ക് 8th പൊസിഷനാണെന്ന് ഇന്ത്യ അറ്റൈൻ ചെയ്തത് കേട്ടോ. 8th പൊസിഷനാണ് ഇന്ത്യ അറ്റൈൻ ചെയ്തത്. നമുക്ക് 1 ഗോൾഡും 5 സിൽവറും 5 ബ്രോൺസ് അങ്ങനെ ടോട്ടല് 11 മെഡൽസ്. ഓക്കെ, ടോട്ടല് 11 മെഡൽസ് ആണെന്ത് നമുക്ക് ഉള്ളത്. 5 സിൽവറും 5 ബ്രോൺസും അതുപോലെ 1 ഗോൾഡും. ആ ഗോൾഡ് കിട്ടിയ വ്യക്തിയുടെ പേരാണിത് ഹിമാൻഷു ജാക്കർ എന്ന് പറയുന്നത് കേട്ടോ. ഹിമാൻഷു ജാക്കർ ആണിത് ഗോൾഡ് കിട്ടിയ വ്യക്തി. അദ്ദേഹം ഏത് ഐറ്റത്തിനാണ് ഗോൾഡ് കിട്ടിയെന്ന് ചോദിച്ചാൽ ജാവലിൻ ത്രോ. ഓക്കെ, ജാവലിൻ ത്രോയ്ക്കാണത് അദ്ദേഹത്തിന് ഗോൾഡ് ലഭിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോട്ട് ചെയ്ത് നോക്കി. ഇടയ്ക്ക് എന്താണ് സ്പോർട്സ് പേഴ്സണാലിറ്റീസിന്റെ ഭാഗമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഏത് സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ജാവലിൻ ത്രോയ്ക്കാണത് ഹിമാൻഷു ജാക്കറിന് ഗോൾഡ് ലഭിച്ചത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് ചെയ്ത് സൗദി അറേബ്യയിലാണ്. ചൈനയാണെന്ന് ഈ ഒരു കാര്യത്തിൽ ടോപ്പായി മാറിയത്. ഇന്ത്യക്ക് 8ാമത്തെ പൊസിഷനാണ് കിട്ടിയത്. 11 മെഡൽസ് ആണുള്ളത്. 1 ഗോൾഡ് കിട്ടിയത് ഹിമാൻഷു ജാക്കറിനാണെന്ന് ഒന്ന് പഠിച്ച് വെക്കുക. ഓക്കെ, അടുത്ത് ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. മിലിറ്ററി എക്സസൈസ് പേര് ടൈഗർ ട്രംപ്. ഓക്കെ, ട്രയംഫ്. ഓക്കെ, ട്രംപ് അല്ല, സോറി, ട്രയംഫ് എന്നാണ്. ടൈഗർ ട്രയംഫ്. ഇന്ത്യ ആൻഡ് US തമ്മിൽ കണക്ട് ചെയ്താണ് ടൈഗർ ട്രയംഫ് എന്ന് പറയുന്നത്. വിശാഖപട്ടണത്താണത് ഇത് നടന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ മിലിറ്ററി എക്സസൈസ്, നേവൽ എക്സസൈസ് ഒക്കെ എപ്പോഴും എന്താണ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കണം. ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഇത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഒന്ന് ചോദിക്കുന്നത് ഏതൊക്കെ കൺട്രീസ് തമ്മിലാണ്, ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് US തമ്മിലാണ്. പിന്നെ ചോദിക്കുന്നത് എവിടെ വെച്ചാണ് നടന്നത്? ഓക്കെ, വിശാഖപട്ടണത്ത് വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്ത്. ഈ 2 കാര്യങ്ങളും എപ്പോഴും ചോദിക്കാറുണ്ട്. കണ്ടക്ട് ചെയ്ത സ്ഥലവും അതുപോലെ ആരൊക്കെ തമ്മിൽ, ഏത് കൺട്രീസ് തമ്മിലാണ്, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എല്ലാ എക്സസൈസും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, പ്രഥമമായിട്ടൊന്ന് പഠിച്ച് വെക്കുക. അടുത്താണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. ഓക്കെ, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. ഓക്കെ, ഇനി ഫസ്റ്റ് നമുക്ക് എവിടെ വെച്ചാണ് ഹോസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഹോസ്റ്റ് ചെയ്യുന്നതാണ് കണ്ടക്ടഡ് അറ്റ് ബീഹാർ. ഓക്കെ, ബീഹാറിൽ വെച്ചാണ് ഇത് ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ.
ഓക്കെ, കണ്ടക്ടർ അറ്റ് ബീഹാർ. പിന്നെ ചോദിക്കുന്നത് മാസ്കോട്ട് എന്താണ്, മാസ്കോട്ട് എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് ഗജസിംഹ. ഓക്കെ, ഗജസിംഹ എന്താണ് ഗജസിംഹ എന്ന് പറയുമ്പോൾ എന്താണ് മിക്സ് ഓഫ്, നോക്കിയേ, മിക്സ് ഓഫ് ലയൺ ആൻഡ് എലിഫന്റ്. അതാണ് ഗജസിംഹ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഈ കാണുന്നതാണ് മാസ്കോട്ട് കേട്ടോ. ഇത് കാണുന്നതാണ് മാസ്കോട്ട് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, ചോദിക്കാറുണ്ട്. അതുപോലെ എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത് ചോദിക്കും. അതുപോലെ എന്താണ് ഇതിന്റെ മാസ്കോട്ട്, രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ യൂത്ത് ഗെയിംസ് കഴിയുമ്പോഴേക്കും അതിന്റെ ബാക്കിയുള്ള മെഡൽ ടാലി കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു മാസം, നെക്സ്റ്റ് മാസം ഇത് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞ മാസം നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കി വെക്കുക ഏത് സ്ഥലത്താണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ മാസ്കോട്ട് എന്താണെന്നും രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025. ഓക്കെ, 2025. അടുത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ്സ് ആണ്. നിപുൻ അഗർവാൾ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ചെയർമാൻ ഓഫ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഓക്കെ, നിപുൻ അഗർവാൾ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ചെയർമാൻ. എന്താണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ ചെയർമാൻ ആയിട്ട് ആരാണ് നിപുൻ അഗർവാളിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അപ്പോയിന്റ്മെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അവരടുത്താണ് കുമാർ മംഗളം ബിർല ഹാസ് ബീൻ ഹോണേഡ് വിത്ത് ലത ദീനാനന്ദ് മങ്കേഷ്കർ അവാർഡ് 2025. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവാർഡാണ്. ആരാണ് ഈ കുമാർ മംഗളം ബിർല എന്ന് പറയുന്നത്? ചെയർമാൻ ഓഫ് ആദിത്യ ബിർല ഗ്രൂപ്പ് അല്ലെ, ആദിത്യ ബിർല ഗ്രൂപ്പിന്റെ ഓക്കെ, ചെയർമാൻ ഓഫ് ആദിത്യ ബിർല ഗ്രൂപ്പ്. ഓക്കെ, ചെയർമാൻ ഓഫ് ആദിത്യ ബിർല ഗ്രൂപ്പ് ആണെന്ത് കുമാർ മംഗളം ബിർല എന്ന് പറയുന്നത്. അദ്ദേഹത്തിനാണെന്ത് ഇത്തവണത്തെ ലത മങ്കേഷ്കർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് അവാർഡ്, നോട്ട് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അവാർഡ്സും അപ്പോയിൻമെന്റ്സ് ഒക്കെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് 2025. ഓക്കെ, ഒരു സ്പോർട്സ് അവാർഡ് അല്ല, ഇന്ത്യൻ സൂപ്പർ ലീഗ് 2025 വോൺ ബൈ മോഹൻ ബഗാൻ. ആരാണ് വോൺ ചെയ്ത്? മോഹൻ ബഗാൻ ആണെന്ത് ഈ ISL 2025 വോൺ ചെയ്ത് ഡിഫീറ്റഡ് ബാംഗ്ലൂരു FC. ആരാണ്? ബാംഗ്ലൂരു FC നാണെന്ത് ഇവരെ ഡിഫീറ്റ് ചെയ്തത്. ഓക്കെ, രണ്ട് തന്നെ പഠിക്കുക, ആരാണ് വോൺ ചെയ്തത് അതുപോലെ ആരാണ് ഡിഫീറ്റ് ചെയ്തത്. ഓക്കെ, ഡിഫീറ്റഡ് ബാംഗ്ലൂരു FC ആൻഡ് വോൺ ബൈ മോഹൻ ബഗാൻ. ISL 2025 ഇമ്പോർട്ടൻ്റ് ആണ്, സ്പോർട്സിൽ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ചോദ്യം കൂടിയാണെന്ത് ഈ ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL. സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ. അടുത്താണ് ഇന്ത്യസ് ലോങ്സ്റ്റ് റെയിൽ ടണൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ ടണൽ എവിടെയാണ്? അത് ജനാസു ടണൽ. ഓക്കെ, ജനാസു ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗ സ്ഥലത്താണ് ഈ ജനാസു ടണൽ സിറ്റുവേറ്റ് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരും കൊണ്ട്, ആ പേരിൽ എന്താണ് ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ, മറ്റൊരു പേരിൽ ചോദ്യം ചോദിക്കാറുണ്ട്. ടണൽ 8. എന്താണ്? ടണൽ 8, ടണൽ നമ്പർ 8 എന്ന് എന്താണ് ഇത് അറിയപ്പെടും കേട്ടോ. അപ്പോൾ ചോദിക്കാം, മേ ബി ടണൽ നമ്പർ 8 എന്ന് എന്താണ് ഇതിനകത്ത് ചോദ്യം വരാം. ഇന്ത്യസ് ലോങ്സ്റ്റ് റെയിൽ ടണൽ അതാണ് ടണൽ നമ്പർ 8 ആണ്. ടണൽ നമ്പർ 8 എത്ര കിലോമീറ്റർ എന്ന് വെച്ചാൽ 14.57 കിലോമീറ്റർ ആണ്. 14.57 കിലോമീറ്റർ ആണ് ഈ ഒരു റെയിൽ ടണലിന്റെ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ്? ഇതിന്റെ പേരെന്താണ്? ജനാസു ടണൽ അല്ലെങ്കിൽ ടണൽ നമ്പർ 8 എന്ന് പറയും. ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗ്. ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗ് എന്ന സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളും മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത് പൂനം ഗുപ്ത ഹാസ് ബീൻ അപ്പോയിന്റഡ് as the ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI. ഓക്കെ, പൂനം ഗുപ്ത ഹാസ് ബീൻ അപ്പോയിന്റഡ് as the ഡെപ്യൂട്ടി ഗവർണർ. അപ്പോൾ നമ്മുടെ കറന്റ്ലി RBI ഗവർണർ ആരാണ്? കറന്റ്ലി സഞ്ജയ് മൽഹോത്ര അല്ലേ. ഓക്കെ, സഞ്ജയ് മൽഹോത്രയാണ് നമ്മുടെ കറന്റ്ലി RBI ഗവർണർ എന്ന് പറയുന്നത്. RBI ഫോം ചെയ്ത വർഷം ചോദിക്കാറുണ്ട് എന്നാണ് 1935 ഏപ്രിൽ 1 നമ്മുടെ RBI ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ പൂനം ഗുപ്ത ഹാസ് ബീൻ അപ്പോയിന്റഡ് as the ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI. ഓക്കെ, RBIയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആരെ അപ്പോയിന്റ് ചെയ്തു? പൂനം ഗുപ്തനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്താണ് സ്വാമിനാഥൻ S. അയ്യർ അപ്പോയിന്റഡ് as the വോൾ ടൈം മെമ്പർ ഓഫ് IRDAI. ഓക്കെ, സ്വാമിനാഥൻ അയ്യർ ഹാസ് ബീൻ അപ്പോയിന്റഡ്. IRDAയുടെ ഒരു വോൾ ടൈം മെമ്പർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? സ്വാമിനാഥൻ S. അയ്യറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതാണ് IRDA. ഓക്കെ, ഇൻഷുറൻസ്
regulatory development അതോറിറ്റി ഓഫ് ഇന്ത്യ, അതാണത് IRDA എന്ന് പറയുന്നത്. ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് എന്താണെന്ന് ചോദിച്ചാൽ അത് 1999 കേട്ടോ, 1999 ഇത് എസ്റ്റാബ്ലിഷ് ആയത്. അതുകൊണ്ട് ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദിലാണത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ, ഹൈദരാബാദ്. ഓക്കെ, ഹൈദരാബാദിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ നിന്ന് പഠിച്ചു നോക്കുക. സ്വാമിനാഥൻ SIR അപ്പോയിന്റ് ആസ് ദ വോൾട്ടൈം മെമ്പർ ഓഫ് IRDA. ഓക്കെ, ഇത് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. 199 1999 ഇത് ഉണ്ട്. അതുപോലെ ഹൈദരാബാദിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അടുത്താണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ്. ഓക്കെ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് ഇന്ത്യാസ് ഫസ്റ്റ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ഓക്കെ, ഇന്ത്യാസ് ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് ബീങ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ അമരാവതി. ഓക്കെ, അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, ചോദിക്കാൻ ഹൈ ചാൻസ് ഉള്ള ചോദ്യം കൂടിയാണ്. എവിടെയാണ് ഇന്ത്യാസ് ഫസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്? അമരാവതിയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്താണ് വൈഭവ് സൂര്യവംശി become the youngest player to score the second fastest century in IPL history. ഓക്കെ, നമ്മൾ കണ്ടതാണ് വൈഭവ് സൂര്യവംശി അല്ലേ, the youngest player to bid on IPL അല്ലേ. 1 കോടി രൂപയ്ക്ക് 1.1 ആണെന്നുണ്ടല്ലേ, 1.1 1 കോടി 10 ലക്ഷം രൂപയ്ക്ക് എന്താണ് രാജസ്ഥാൻ റോയൽസ് എടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ, അന്ന് 13 വയസ്സ് മാത്രമാണ് റെക്കോർഡിക്കലി അദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത്. ഓക്കെ, 13 വയസ്സ് പ്രായമായ വൈഭവ് സൂര്യവംശിയാണിത് become the youngest player to score the second fastest century in IPL history. IPL ഹിസ്റ്ററി തന്നെ ഏറ്റവും സെക്കൻഡ് ഫാസ്റ്റ് സെഞ്ചുറി എന്താണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. IPL ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ചോദ്യമാണ്. അപ്പോൾ ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ അതുപോലെ സെക്കൻഡ് ഫാസ്റ്റ് സെഞ്ചുറി ആരാണ് സ്കോർ ചെയ്തത്? വൈഭവ് സൂര്യവംശിയാണ് സ്കോർ ചെയ്തത്. അടുത്ത നമ്മുടെ വിരാട് കോഹ്ലി ഹോൾഡ്സ് റെക്കോർഡ് ഫോർ മോസ്റ്റ് 50+ സ്കോർസ് ഇൻ IPL ഹിസ്റ്ററി. ഏറ്റവും IPL ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റൺസിൽ ഒന്നാമത് നിൽക്കുന്ന ആരാണ്? അത് വിരാട് കോഹ്ലിയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ 50, ഓക്കെ 50സും ഏറ്റവും കൂടുതൽ സെഞ്ചുറീസും ആര് തന്നെയാണ്? വിരാട് കോഹ്ലി തന്നെയാണ്. ഓക്കെ, ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ 50+ സ്കോർസ് ഉണ്ടായിരുന്ന ഡേവിഡ് വാർണർ. ഓക്കെ, ഡേവിഡ് വാർണറിന്റെ 62 50s എന്ന സ്കോർ എന്താണ് മറികടന്നുകൊണ്ട് 63, ഓക്കെ 63 50s ആയിട്ട് എന്താണ് അദ്ദേഹം ടോപ്പായി മാറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വിരാട് കോഹ്ലി ഹോൾഡ്സ് റെക്കോർഡ് ഫോർ മോസ്റ്റ് 50+ സ്കോർസ് ഇൻ IPL ഹിസ്റ്ററി. IPL ഹിസ്റ്ററി ഏറ്റവും കൂടുതൽ 50+ സ്കോർ ചെയ്താരാണ്? അത് വിരാട് കോഹ്ലിയാണ് കേട്ടോ, വിരാട് കോഹ്ലി. അടുത്താണ് ഇന്ത്യാസ് ലാർജസ്റ്റ് ക്രൂയിസ് ടെർമിനൽ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ എവിടെയാണ് ഫ്ലാഗ്ഡ് ചെയ്തെന്ന് നോക്കാം. ഫ്ലാഗ് ഓഫ് ചെയ്ത് ഇന്ത്യാസ് ലാർജസ്റ്റ് ക്രൂയിസ് ടെർമിനൽ ഹാസ് ബീൻ ഫ്ലാഗ് ഓഫ് ഇൻ മുംബൈ ബൈ സർബാനന്ദ സോനോവാൾ. ഓക്കെ, സർബാനന്ദ സോനോവാൾ എന്താണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഏത് സ്ഥലത്താണ്? മുംബൈയിലാട്ടോ. മുംബൈയിൽ എവിടെയാണെന്ന് വെച്ചാൽ മുംബൈയിലാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫ്ലാഗ് ബൈ ഇൻ മുംബൈ ബൈ സർബാനന്ദ് സോനോവാൾ. ആരാണ്, ഏത് മിനിസ്റ്റർ ആണെന്ന് ചോദിച്ചാലും ഉത്തരം എഴുതണം. ആരാണ്? സർബാനന്ദ് സോനോവാൾ ആണത് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ളത്. അതും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇന്ത്യസ് നമ്മുടെ ലാർജസ്റ്റ് ഹയസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ലാർജസ്റ്റ് ക്രൂയിസ് ടെർമിനലാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. മുംബൈയിൽ സർബാനന്ദ് സോനോവാൾ ആണ് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത് ആയുഷ്മാൻ വയവന്ദന സ്കീം. ഓക്കെ, ആയുഷ്മാൻ ഞാൻ പറഞ്ഞ സ്കീംസ് അതുപോലെ യോജനാസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് നോക്കാം. ആയുഷ്മാൻ വയവന്ദന സ്കീം ലോഞ്ച്ഡ് ബൈ ഡൽഹി. ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഡൽഹി ആണെന്ന് ഈ ആയുഷ്മാൻ വയവന്ദന സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് ഈ സ്കീം എന്ന് പറയുന്നത്? സ്കീം എന്ന് വെച്ചാൽ പ്രൊവൈഡ് 10 lakh ഹെൽത്ത് കവറേജ് ടു സീനിയർ സിറ്റിസൺ. എത്രയാണ്? 10 ലക്ഷം 10 lakh ഹെൽത്ത് കവറേജ് ടു സീനിയർ സിറ്റിസൺ. അതായത് ഏജ് എബോവ് 70 ആണ്. ഏജ് എബോവ് 70 70 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് എന്താണ് 10 ലക്ഷം രൂപയുടെ ഹെൽത്ത് കവറേജ് കൊടുക്കുന്ന സ്കീമാണെന്ത് ഈ ആയുഷ്മാൻ വയവന്ദന സ്കീം എന്ന് പറയുന്നത് കേട്ടോ. എവിടെയാണ് ലോഞ്ച് ചെയ്തത്? ഡൽഹിയിലാണിത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്താണ് 10 ലക്ഷം രൂപ വരെ ഹെൽത്ത് കവറേജ് കൊടുക്കുന്ന ഒരു സ്കീമാണിത്. ഇനി അടുത്താണ് ഹൈദരാബാദ് സിറ്റി ഹോസ്റ്റഡ് സ്ട്രീ. ഓക്കെ, സ്ട്രീ സബ്മിറ്റ്
2025 on women's safety and empowerment. Okay, സ്ത്രീ നാട്ടോ, സ്ത്രീ സബ്മിറ്റ് 2025 on വുമൺ സേഫ്റ്റി ആൻഡ് എംപവർമെന്റ്. ഓക്കെ, എവിടെയാണ്? ഹൈദരാബാദ് സിറ്റി ആണിത് ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഹൈദരാബാദ് സിറ്റി ആണിത് ഹോസ്റ്റ് ചെയ്തതെന്നാണ് സ്ത്രീ സബ്മിറ്റ് 2025. സ്ത്രീ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാലോ വുമൺ എംപവർമെന്റ് സേഫ്റ്റി ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഏത് സിറ്റി ആണെന്ന് മാത്രം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഏതാണ്? ഹൈദരാബാദ് സിറ്റി ആട്ടോ, അത് ഹൈദരാബാദ് സിറ്റി. അടുത്താണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് റീനെയിംഡ് ഖുൽദാബാദ് ടു രത്നാപൂർ. ഓക്കെ, ചേഞ്ചസ് നെയിമിന്റെ സിറ്റീസിന്റെ ഒക്കെ പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലുള്ള ഖുൽദാബാദ് എന്ന് പറയുന്ന ഒരു സിറ്റിയുടെ പേര് എന്താക്കി മാറ്റിയിട്ടുണ്ട്? രത്നാപൂർ എന്നാണത് ഈ ഒരു സിറ്റിയുടെ പേര് എന്താണ്? ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, റീനെയിം ചെയ്തിട്ടുണ്ട് കേട്ടോ. റീനെയിം ചെയ്തിട്ടുണ്ട്. റീനെയിം ചെയ്ത പേരുകളൊക്കെ സിറ്റി ടൗണുകളൊക്കെ ചോദിക്കാറുണ്ട്. അത് എവിടെയാണെന്ന്, ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിക്കാറുണ്ട്. എങ്ങനെയാണ്, എന്തിലേക്കാണ് റീനെയിം ചെയ്തതെന്നും ചോദിക്കാറുണ്ട്. 3 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം കൂടിയാണ്, നല്ല ചാൻസ് ഉണ്ട് ചോദിക്കാൻ. അടുത്ത് അമിത് ഷാ ലോഞ്ച് ന്യൂ ആപ്പ് ഫോർ ടാക്സി സർവീസ് സർക്കാർ. ഓക്കെ, പുതിയൊരു ടാക്സി സർവീസിന്റെ പേരാണ് സർക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഒലയും അതുപോലെ എന്താണ് ഊബറൊക്കെ പോലെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു ടാക്സി സർവീസ് ആപ്പാണിത് സർക്കാർ എന്ന് പറയുന്നത്. ആരാണ് അത്? അമിത് ഷാ. ആരാണ് ലോഞ്ച് ചെയ്തത്? അമിത് ഷാ ആണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ 2 കാര്യങ്ങൾ ചോദിക്കാം. ഒന്ന്, ഈ ആപ്പിന്റെ പേര് എന്താണെന്ന് ഒരു ചോദ്യം വരാം. ഓക്കെ, ആപ്പിന്റെ പേര് സർക്കാർ എന്നാണ്. അതുപോലെ ആരാണ് ഇത് ലോഞ്ച് ചെയ്തതെന്നും ചോദിക്കാം. ആരാണ്? അമിത് ഷാ ആണത് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് വെക്കുക. അടുത്ത് അനന്യ പാണ്ഡെ ബിക്കം ദ ഫസ്റ്റ് എവർ ഇന്ത്യൻ ബ്രാൻഡ് അംബാസിഡർ ഫോർ ദ ഫ്രഞ്ച് ലക്ഷറി ബ്രാൻഡ് ഷനൽ. ഓക്കെ, എൻ്റെ പേര് ഷനൽ എന്നാണ് കേട്ടോ. ഷനൽ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ആരാണ്? അനന്യ പാണ്ഡെ, നമ്മുടെ ഇന്ത്യൻ ആക്ട്രസ് ആയ അനന്യ പാണ്ഡെ ബിക്കം ദ ഫസ്റ്റ് എവർ ഇന്ത്യൻ ബ്രാൻഡ് അംബാസിഡർ, ആദ്യത്തെ ഇന്ത്യൻ അംബാസിഡർ ഫോർ ഫ്രഞ്ച് ലക്ഷറി ബ്രാൻഡായ ഷനൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആദ്യത്തെ അംബാസിഡർ ആയിട്ട് മാറിയതാണ് അനന്യ പാണ്ഡെ മാറിയിട്ടുണ്ട് കേട്ടോ. അനന്യ പാണ്ഡെ. ഓക്കെ, അനന്യ പാണ്ഡെ. അടുത്താണ് മൈന സ്വാമി ഹാസ് ബീൻ ഹോണർഡ് വിത്ത് ദ പ്രസ്റ്റീജിയസ് ഉഗഡി അവാർഡ് 2025. ഓക്കെ, ഉഗഡി അവാർഡ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന് കൊടുത്ത അവാർഡാണ് കേട്ടോ. ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ആരാണ്? മൈന സ്വാമി ഹാസ് ബീൻ ഹോണർഡ് വിത്ത് പ്രസ്റ്റീജിയസ് ഉഗഡി അവാർഡ് 2025. എന്താണ് ഉഗഡി അവാർഡ് 2025? ആർക്കാണ് ലഭിച്ചത്? അത് മൈന സ്വാമിക്കാണത് ഇത് ലഭിച്ചത് കേട്ടോ. 2025 നോക്കുക. എന്താണ് മൈന സ്വാമി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡാണ്, നോട്ട് ചെയ്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ്. അത് അനന്യ പാണ്ഡെ എന്നാണ്. അനന്യ പാണ്ഡെ ബ്രാൻഡ് ഷനൽ എന്ന് പറയുന്ന ബ്രാൻഡിന് എന്താണ് അംബാസിഡർ ആയിട്ട് ഫസ്റ്റ് എവർ ഇന്ത്യൻ അംബാസിഡർ ആയിട്ടും മാറിയിട്ടുണ്ട് കേട്ടോ. അടുത്താണ് N. Chandrasekharan has joined the IMF Managing Directors Advisory Council on Entrepreneurship and Growth. ആരാണ് ഈ N. ചന്ദ്രശേഖരൻ? നമ്മൾ എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? N. ചന്ദ്രശേഖരൻ ചെയർമാൻ ഓഫ് ടാറ്റ സൺസ് അല്ലേ? N. ചന്ദ്രശേഖരൻ ആരാണ്? ചെയർമാൻ ഓഫ് ടാറ്റ സൺസ്. ചെയർമാൻ ഓഫ് ടാറ്റ സൺസ് ആണത് N. ചന്ദ്രശേഖരൻ. എന്താണ്? N. ചന്ദ്രശേഖരൻ ഹാസ് ജോയിൻഡ്. എവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്? IMFന്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ മാനേജിംഗ് ഡയറക്ടേഴ്സ് അഡ്വൈസറി കൗൺസിൽ ഓൺ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഗ്രോത്ത് എന്താണ് അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. IMF എന്നാണ് ലോഞ്ച് ചെയ്തത്. IMF ലോഞ്ച് ചെയ്തതെന്നാണ് IMF 1945 ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ലോഞ്ച് ചെയ്തത് കേട്ടോ. അടുത്താണ് പ്രഹ്ലാദ് ജോഷി ഹാസ് ലോഞ്ച് ദ ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം. ആരാണ് ലോഞ്ച് ചെയ്തത്? പ്രഹ്ലാദ് ജോഷിയാണത് ഇത് ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് ഈ സ്കീം എന്ന് പറയുന്നത്? ടു പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ആൻഡ് ക്രെഡിബിലിറ്റി ഇൻ പ്രൊഡക്ഷൻ. ഓക്കെ, പ്രൊഡക്ഷൻ എന്താണ്? ഒരു ട്രാൻസ്പെറൻസിയും ഒരു ക്രെഡിബിലിറ്റിയും കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത സ്കീമാണെന്ത്? ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം എന്ന് പറയുന്നത് കേട്ടോ. ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം എന്ന് പറയുന്നു. അടുത്താണ് ആമസോൺ ലോഞ്ച്ഡ് 27 സാറ്റലൈറ്റ്സ് ഫോർ ഇറ്റ്സ് പ്രൊജക്ട് കുയിപ്പർ ഇൻ 2025. നമ്മൾ കുയിപ്പർ ബെൽറ്റ് എന്ന് കേൾക്കാറില്ലേ? അപ്പോൾ എന്താ പ്രൊജക്ട് കുയിപ്പർ? ആരാണ് ലോഞ്ച് ചെയ്തത്? ആമസോൺ. ഓക്കെ, ആമസോൺ ആണ് പ്രൊജക്ട് കുയിപ്പർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്തിനാന്ന് വെച്ചാൽ ഒരു ഗ്ലോബൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഒരു ഗ്ലോബൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്, ഒരു ഗ്ലോബൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണെന്ത് ഇവര് ഈ പ്രൊജക്ട് കുയിപ്പർ എന്ന് പറയുന്ന
പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് നോട്ട് ചെയ്യുക. ആരാണ് ലോഞ്ച് ചെയ്തെന്ന് ചോദിക്കാറുണ്ട്. എത്ര സാറ്റലൈറ്റ് ആണ്? 27 സാറ്റലൈറ്റ് ആണ്. ആ പ്രൊജക്റ്റിന്റെ പേരെന്താണ്? കുയിപ്പർ. പ്രൊജക്ട് കുയിപ്പർ എന്നാണെന്ന് ഇതിന്റെ പേരെന്നും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അടുത്താണ് മധ്യപ്രദേശ് എസ്റ്റാബ്ലിഷ് ദ ഡോക്ടർ B.R. അംബേദ്കർ അഭയാറാം ആസ് എ ന്യൂ വൈൽഡ് ലൈഫ് സാഞ്ചുറി. ഓക്കെ, മധ്യപ്രദേശിൽ ഒരു പുതിയ വൈൽഡ് ലൈഫ് സാഞ്ചുറി കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അതിന്റെ പേരാണെന്ത്? ഡോക്ടർ B.R. അംബേദ്കർ അഭയാറാം. ഓക്കെ, അഭയാറാം എന്ന് പറയുന്ന ഒരു സ്ഥലം എന്താണ്? അവര് ഒരു പുതിയ വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ട് എന്താണ് മാറിയിട്ടുണ്ട് കേട്ടോ. മധ്യപ്രദേശിലെ പുതിയ വൈൽഡ് ലൈഫ് സാഞ്ചുറി ആണ്. ന്യൂസിലേക്ക് കണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ഹൈ ചാൻസ് ഉള്ള ചോദ്യം കൂടിയാണ്. എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഈ സ്ഥലം സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആലോചിച്ച് വെക്കുക കേട്ടോ. അടുത്ത ഡോക്ടർ ഡി നാഗേശ്വർ റെഡ്ഡി ഹാസ് ഹോണർഡ് വിത്ത് ദ ലെജൻഡ്സ് ഓഫ് എൻഡോസ്കോപ്പി അവാർഡ് ഇൻ ടോക്കിയോ. ഓക്കെ, ലെജൻഡ്സ് ഓഫ് എൻഡോസ്കോപ്പി അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ ഡി നാഗേശ്വർ റെഡ്ഡിക്ക്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അവാർഡ് അല്ലേ. അവാർഡ്സ് നമ്മുടെ അവാർഡ്സും ഹോണേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറില്ല അല്ലേ. ഡോക്ടർ ഡി നാഗേശ്വർ റെഡ്ഡി ഹോണർഡ് വിത്ത് ലെജൻഡ്സ് ഓഫ് എൻഡോസ്കോപ്പി അവാർഡ് ഇൻ ടോക്കിയോ. എവിടെ ലഭിച്ചത്? ടോക്കിയോയിലാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത് കേട്ടോ. ഓക്കെ, അടുത്താണ് നമ്മുടെ PM മോദി. നരേന്ദ്രമോദി ഹാസ് ബീൻ conferred with the Sri Lanka's highest civilian honor. ശ്രീലങ്കയുടെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ ഹോണറായ മിത്ര വിഭൂഷണ എന്ന് പറയുന്ന അവാർഡ് 2025 ആർക്കാണ് ലഭിച്ചത്? നമ്മുടെ PM മോദി. PM മോദിക്കാണിത് ഇത്തവണ ലഭിച്ചത്. അപ്പോൾ ചോദിക്കാറുണ്ട് ശ്രീലങ്കയുടെ ഹയസ്റ്റ് സിവിൽ ഹോണർ അവാർഡിന്റെ പേരെന്താണ്? അത് മിത്ര വിഭൂഷണ. എന്താണ്? മിത്ര വിഭൂഷൺ ആണെന്ത് ഇതിന്റെ പേര് കേട്ടോ. മിത്ര വിഭൂഷണാണ് ശ്രീലങ്കാസ് ഹയസ്റ്റ് സിവിൽ ഹോണറിന്റെ പേര്. നരേന്ദ്രമോദിക്കാണെന്ത് ഇത്തവണത്തെ അവാർഡ് ലഭിച്ചത്. അതുപോലെ ഈ ഒരു അവാർഡ് നോട്ട് ചെയ്ത് നോക്കുക. ഏതാണ്? ലെജൻഡ്സ് ഓഫ് എൻഡോസ്കോപ്പി അവാർഡ് ലഭിച്ചത് ഡോക്ടർ ഡി നാഗേശ്വർ റെഡ്ഡി. ഡോക്ടർ ഡി നാഗേശ്വർ റെഡ്ഡിക്കാണ് ലഭിച്ചത്. അതും ഒന്ന് പഠിച്ച് വെക്കുക. അടുത്ത് മേഘാലയ സ്റ്റേറ്റ് റിസീവ്ഡ് ദ GI ടാഗ് ഫോർ റൈൻഡിയ സിൽക്ക്. ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് GI ടാഗുകൾ ചോദിക്കാറുണ്ട്. ഏത് സ്റ്റേറ്റിലാണ് ഈ GI ടാഗ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. മീൻസ് GI ടാഗ് കിട്ടിയ പ്രൊഡക്റ്റ് ഏത് സ്റ്റേറ്റിലാണ്, സ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത് ചോദിക്കാറുണ്ട്. മേഘാലയ. ഓക്കെ, മേഘാലയ സ്റ്റേറ്റ് റിസീവ്ഡ് ദ GI ടാഗ് ഫോർ റൈൻഡിയ സിൽക്ക്. റൈൻഡിയ സിൽക്ക് ഈ കാണുന്ന ടൈപ്പ് ഓഫ് ഒരു സിൽക്കാണ്. അതിനെന്താണ് ഒരു പുതിയ GI ടാഗ് ഈ ഒരു സിൽക്ക് ടൈപ്പിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്താണ് സിംഗപ്പൂർ എയർപോർട്ട് സ്റ്റോപ്പ് ഇൻ ദ വേൾഡ് എയർപോർട്ട് റാങ്കിങ്സ്. ഓക്കെ, വേൾഡ് എയർപോർട്ട് റാങ്കിങ്സിന്റെ ലിസ്റ്റ് എടുത്തപ്പോൾ അതിന്റെ ഒന്നാമത്തെ സ്ഥാനം, ഏറ്റവും ദ ബെസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്ന സ്ഥാനം ലഭിച്ചത് സിംഗപ്പൂർ എയർപോർട്ടായ ചാങ്കി എയർപോർട്ടാണ്. ചിലപ്പം ഇൻ കേസ് സിംഗപ്പൂർ എയർപോർട്ട് ചോദിക്കില്ല, ഏത് എയർപോർട്ടാണെന്ന പേര് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ അതും നോട്ട് ചെയ്ത് വെക്കുക. ചാങ്കി എയർപോർട്ട്, സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ടാണ് ദ വേൾഡ് ടോപ്പ് എയർപോർട്ട് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് കേട്ടോ. സെക്കൻഡ് സ്ഥാനം ലഭിച്ചത് ഹമാദ് ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഹമാദ് ഇന്റർനാഷണൽ എയർപോർട്ടാണിത് രണ്ടാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് ചാങ്കി എയർപോർട്ടിനാണിത് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് ഇന്റർപോൾസ് കമ്മിറ്റി ഓൺ ഗവേണൻസ്. ഇന്റർപോൾസ് കമ്മിറ്റി ഓൺ ഗവേണൻസ് ആരാണ് ഇത് ചെയർ ചെയ്തെന്ന് വെച്ചാൽ UAE. ഓക്കെ, UAE ഹാസ് assumed the chair of Interpol's Committee on Governance. എന്നാണ് ഇന്റർപോൾ ഫൗണ്ട് ചെയ്തത്? ഇന്റർപോൾ ഫൗണ്ട് ചെയ്ത് 1923 ഇത് ഇന്റർപോൾ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ വരുന്നത്? ഹെഡ് ക്വാർട്ടേഴ്സ് ലയൺ, ഫ്രാൻസിലെ ലയണിലാണിത് ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പ്രസിഡന്റ് കറന്റ്ലി ആരാണ് പ്രസിഡന്റ്? സ്റ്റാറ്റിസ്റ്റിക്കായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കുകൾ പഠിക്കുന്നുള്ളൂ. പ്രസിഡന്റ് ആരാണ്? അഹമ്മദ് നാസർ അൽ റൈസി. ആരാണ്? അഹമ്മദ് നാസർ അൽ റൈസി ആണത് ഇതിന്റെ കറണ്ട് പ്രസിഡന്റ് എന്ന് പറയുന്നത് കേട്ടോ. കറണ്ട് പ്രസിഡന്റ് അഹമ്മദ് നാസർ അൽ റൈസി. ഇന്റർപോൾസ് കമ്മിറ്റി ഓൺ ഗവേണൻസ്. ഓക്കെ, എവിടെയാണ് ആരാണ് ഷെയർ ചെയ്യുന്നത്? UAE ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഫൗണ്ട് ചെയ്ത് 1923 ഹെഡ് ക്വാർട്ടേഴ്സ് ലയൺ ഫ്രാൻസിലാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് അഹമ്മദ് നാസർ അൽ റൈസി ആണ്. എക്സ്ട്രാ കുറച്ച് ഫാക്ടുകളെ നോട്ട് ചെയ്ത് പഠിക്കുക. മെയിനായിട്ട് പറയുന്ന ആരാണ് ഈ ഒരു ഇന്റർപോൾസ് കമ്മിറ്റി ഓൺ ഗവേണൻസ് ഷെയർ ചെയ്തെന്ന് വെച്ചാൽ UAE ആണ് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് വൺ, Peter Brabeck-Letmathe has been appointed as the interim chairman of the World Economic Forum. Okay, WEF, World Economic Forumത്തിന്റെ പുതിയ ചെയർമാൻ ആയിട്ട് ആരാണ്? പീറ്റർ ബ്രാബെക്ക്-ലെറ്റ്മാനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നാണ് ഈ വേൾഡ് എക്കണോമിക് ഫോറം ഫൗണ്ട് ചെയ്തതെന്ന് ചോദിക്കാം. ട്ടോ 1971 ഇത്
വേൾഡ് എക്കണോമിക് ഫോറം ഫൗണ്ട് ചെയ്ത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന എവിടെയാണ്? ജനീവ. ഓക്കെ, സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണിത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അതും ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ കാര്യം ചോദിച്ചാൽ അത് ഫൗണ്ട് ചെയ്ത വർഷം ചോദിക്കുക കേട്ടോ. 1971 ഫൗണ്ട് ചെയ്തു. അതുപോലെ ആരാണ് ഇതിന്, എവിടെയാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? ജനീവ, സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. പുതിയ ചെയർമാനാണ് പീറ്റർ ബ്രാബക് ലെറ്റ്മാത്തെ എന്ന് പറയുന്നത്. പീറ്റർ ബ്രാബക് ലെറ്റ്മാത്തെ പുതിയ ചെയർമാൻ. അടുത്ത് മീരാബായ് ജാനു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർപേഴ്സൺ ഓഫ് ദ ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മീഷൻ. നമുക്കറിയാം ആരാണ് മീരാബായ് ജാനു? 2020 അല്ലേ, 2020 സിൽവർ മെഡലിസ്റ്റ് അല്ലേ, 2020 സിൽവർ മെഡലിസ്റ്റ് ആയ മീരാബായ് ജാനു ആണത് പുതിയ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ ഓഫ് അത്ലറ്റ്സ് കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ആയിട്ട് ആരാണ്? മീരാബായ് ജാനുവിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്താണ് ഷിർലി ബോച്ച്വേ ബിക്കം ദ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ സെക്രട്ടറി ജനറൽ ഓഫ് കോമൺവെൽത്ത് ഓഫ് നേഷൻസ്. ഓക്കെ, കോമൺവെൽത്ത് ഓഫ് നേഷൻസിന്റെ പുതിയ മാത്രമല്ല ഒരു ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റു കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് എന്ന് ടൈം ഉണ്ട് അല്ലേ, ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ സെക്രട്ടറി ജനറൽ ഓഫ് കോമൺവെൽത്ത് ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ഷിർലി ബോച്ച്വേനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റ് ആയിട്ടും പഠിച്ചു നോക്കുക. അടുത്താണ് ദ്രൗപദി മുർമു. നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇനാഗ്രേറ്റഡ് ദ നാഷണൽ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് 2025. എവിടെയാണ്? വിഗ്യാൻ ഭവനിൽ എന്താണ് ഈ ഒരു കോൺഫറൻസ് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ചോദിക്കുന്നത് ആരാണ് ഇനാഗ്രേറ്റ് ചെയ്തത്, എവിടെയാണ്? അറ്റ് വിഗ്യാൻ ഭവനിൽ എന്താണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നോട്ട് ചെയ്ത് വെക്കുക. മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. ആരാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്യുന്നതാണത് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത്. ദ്രൗപദി മുർമു ആണത് ഇത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത് ടെക് കൃതി 2025. ഓക്കെ, ടെക് കൃതി 2025. എന്താണ് ടെക് കൃതി എന്ന് പറഞ്ഞാൽ? ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ഇന്റർ കോളേജ് ടെക്നോളജി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, എന്താണ് ടെക് കൃതി? അപ്പോൾ അങ്ങനെ ചോദിക്കാം, ഏഷ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഫെസ്റ്റിവൽ ഏതാണ്? അതിന് ഉത്തരം എന്താണ്? അതിൻ്റെ ഉത്തരമാണ് ടെക് കൃതി എന്ന് പറയുന്നത്. ഇനി അത് എവിടെയാണ് കണ്ടക്ട് ചെയ്തത്? അങ്ങനെ ചോദിക്കാം. എവിടെയാണ് കണ്ടക്ട് ചെയ്തത്? അത് കണ്ടക്ട് ചെയ്തത് കാൺപൂർ. ഓക്കെ, കാൺപൂരിലാണത് ഇത് കണ്ടക്ട് ചെയ്തത്. രണ്ട് തരത്തിൽ ചോദ്യങ്ങൾ വരാം. ഇതിന്റെ പേര് ചോദിക്കാം, എന്താണെന്ന് ചോദിക്കാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ടെക്നോളജി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഫെസ്റ്റിവൽ ആണെന്ന് ചോദിക്കാം. അത് ടെക് കൃതി 2025 ആണ്. അത് കണ്ടക്ട് ചെയ്ത് എവിടെയാണ്? കണ്ടക്ട് ചെയ്ത് കാൺപൂരിലാണെന്നും പഠിച്ചു വെക്കാം കേട്ടോ. അടുത്ത് മിയാമി ഓപ്പൺ. നമ്മുടെ US ഓപ്പൺ, മിയാമി ഓപ്പൺ, ഓസ്ട്രേലിയ ഓപ്പൺ തുടങ്ങിയ എല്ലാ ഫ്രഞ്ച് ഓപ്പൺ ഒക്കെ നമ്മൾ പഠിച്ചു. കാരണം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. മിയാമി ഓപ്പൺ 2025 വോൺ ചെയ്ത ആരാണ്? മെൻസ് വോൺ ചെയ്ത് ജേക്കബ് ബെൻസിക്. ഓക്കെ, ജേക്കബ് ബെൻസിക് ആണ് ഇതിന്റെ മെൻസ്. ആദ്യമായിട്ട് പുതിയതായിട്ട് പേരാണ്, പ്രത്യേകം നോട്ട് ചെയ്തൊക്കെ. നമ്മൾ സാധാരണ കാണുന്ന ജാനിക് സിന്നറും ദോവോക് ദോക്കിവിച്ചും ഒന്നുമല്ല, ഒരു പുതിയ പേരാണെന്ത്. ഓക്കെ, ജേക്കബ് ബെൻസിക് ആണിത് മിയാമി ഓപ്പൺ 2025 വോൺ ചെയ്ത്. ഓക്കെ, അതുപോലെ മിയാമി ഓപ്പൺ 2025 വുമൻസ് വോൺ ചെയ്തവരാണ്. അത് അരണ്യ സബലേങ്ക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന പേരല്ലേ, അരണ്യ സബലേങ്ക ഇടയ്ക്ക് പേര്. പക്ഷേ ഇതൊരു ന്യൂ നെയിമാണ്. ജേക്കബ് ബെൻസിക് ആണത് മിയാമി ഓപ്പൺ വോൺ ചെയ്ത്. മിയാമി ഓപ്പൺ 2025 വുമൻസ് വോൺ ചെയ്ത് അരണ്യ സബലേങ്കയാണ്. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ച് വെക്കുക. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും ചോദിക്കാറുള്ള ചോദ്യങ്ങളാട്ടോ. അടുത്ത് തെലങ്കാന സ്റ്റേറ്റ്സ് ചബാത ചില്ലി റിസീവ്ഡ് GI ടാഗ്. ഓക്കെ, നമ്മൾ കുറേ GI ടാഗ് പഠിക്കുന്നുണ്ടല്ലോ. GI ടാഗ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ഏത് സ്റ്റേറ്റുമായിട്ട്. ഇത് നിങ്ങളുടെ ചോദിച്ചത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ചബാത ചില്ലി ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? അപ്പോൾ റീസെന്റ് ചബാത ചില്ലി ഗോട്ട് റിസീവ്ഡ് GI ടാഗ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഈസ് റിലേറ്റഡ് ടു ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതാണ് തെലങ്കാന സ്റ്റേറ്റുമാണത് ഇത് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. അടുത്താണ് തോവലൈ ഫ്ലവർ ഗാർലാൻഡ് ഫ്രം കന്യാകുമാരി റിസീവ്ഡ് GI ടാഗ്. വീണ്ടും അടുത്താണ് ഏതാണ്? തോവലൈ ഫ്ലവർ. ഓക്കെ, തോവലൈ ഫ്ലവർ ഗാർലാൻഡ് ഫ്രം എവിടെയാണ്? കന്യാകുമാരി ആട്ടോ. കന്യാകുമാരി പ്രത്യേകം നോട്ട് ചെയ്യുക. കന്യാകുമാരി റിസീവ്ഡ് GI ടാഗ്. രണ്ട് GI ടാഗ് പഠിച്ചു. ഒന്ന് ചബാത ചില്ലിയും ഒന്ന് തോവലൈ ഫ്ലവറും. ഓക്കെ, രണ്ടും പഠിച്ചു നോക്കാം കേട്ടോ. അടുത്താണ് സ്പേസ് എക്സ് സക്സസ്ഫുള്ളി ലോഞ്ച് ദ ഫ്രെയിം ടു മിഷൻ. ഓക്കെ, എന്താണ് ഈ ഫ്രെയിം ടു മിഷൻ? പ്രൈവറ്റ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ ആണ്. എന്താണ്? പ്രൈവറ്റ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ ആണെന്ന് ഈ ഫ്രെയിം ടു മിഷൻ അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, FRAM2 മിഷൻ അറിയപ്പെടുന്നത് ഈ ഒരു മിഷനാണ്. അതാരാണ് ലോഞ്ച് ചെയ്തത്? ലോഞ്ച് ബൈ സ്പേസ് എക്സ്. ഓക്കെ, സ്പേസ് എക്സ് ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. അടുത്ത് മധ്യപ്രദേശ് സ്റ്റേറ്റ് ലോഞ്ച് ദ സ്കൂൾ ചലേ ഹം ക്യാമ്പയിൻ ടു ബൂസ്റ്റ് സ്കൂൾ എൻറോൾമെന്റ്. അതായത് സ്കൂളിൽ സ്കൂൾ അവയർനെസ് കൊടുക്കുക, അതിന്റെ പുസ്തക ഡിസ്ട്രിബ്യൂഷൻ കൃത്യമാണോ നടക്കുക, സ്കൂളിന്റെ ഒരു നടത്തിപ്പ് അടിപൊളിയാണോ എന്ന് അല്ലെങ്കിൽ കൃത്യമായിട്ട് നടത്തുന്നുണ്ടോ അറിയാൻ വേണ്ടി അദ്ദേഹം ഒരു ക്യാമ്പയിൻ ആണ്. മധ്യപ്രദേശ് സ്റ്റേറ്റ് നടത്തിയൊരു ക്യാമ്പയിൻ ആണിത്. സ്കൂൾ ചലേഹം എന്ന് പറയുന്ന
ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഏത് സ്റ്റേറ്റ് ആണ് ചോദിക്കാറുള്ളത്, ഏത് സ്റ്റേറ്റ് ആണ് ഇത് കണ്ടക്ട് ചെയ്യാൻ ചോദിക്കാറുള്ളത്. ഓക്കെ, മധ്യപ്രദേശ് സ്റ്റേറ്റ് ആണിത് ഇത് കണ്ടക്ട് ചെയ്ത് കൃത്യമായിട്ടും പഠിച്ചു നോക്കുക. കാരണം സ്കീംസ് അതുപോലെ ഇങ്ങനത്തെ ക്യാമ്പയിൻസ് യോജനാസ് ഒക്കെ ചോദിക്കാറുണ്ട്. മധ്യപ്രദേശ് സ്റ്റേറ്റ് ആണിത് സ്കൂൾ ചലേ ഹം എന്ന് പറയുന്ന പുതിയ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു കേട്ടോ. കാരണം സ്കൂൾ എൻറോൾമെന്റ്, സ്കൂളിന്റെ എൻറോൾമെന്റ് കാര്യങ്ങളൊക്കെ അടിപൊളി മീൻസ് കൃത്യമായിട്ടാണ് നടക്കുന്നത്, വളരെ വേഗത്തിൽ കൃത്യമായിട്ടാണ് നടക്കുന്നത് അറിയാൻ വേണ്ടി തുടങ്ങിയൊരു ക്യാമ്പയിൻ ആട്ടോ ഇത്. അടുത്ത് 37th കഥക് മഹോത്സവ് വാസ് കണ്ടക്ടഡ് ഇൻ ന്യൂഡൽഹി. 37ാമത്തെ കഥക് മഹോത്സവ് എവിടെയാണെന്ന് വെച്ചാൽ അത് ന്യൂഡൽഹിയിൽ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്. ന്യൂഡൽഹി 37th കഥക് മഹോത്സവ് കണ്ടക്ട് ചെയ്തിരിക്കുന്ന സ്ഥലം എവിടെയാണ്? ന്യൂഡൽഹിയിലാണത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ന്യൂഡൽഹി. അടുത്താണ് ജയ് ഭട്ടാചാര്യ ഹാസ് ബീൻ കൺഫേംഡ് ആസ് ദ ഡയറക്ടർ ഓഫ് NIH. എന്താണ് ഈ NIH? ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആണത് NIH എന്ന് പറയുന്നത്. ഇപ്പോൾ ജയ് ഭട്ടാചാര്യ ഹാസ് ബീൻ കൺഫേംഡ് ആസ് ദ ഡയറക്ടർ ഓഫ് NIH, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ പുതിയ ഡയറക്ടറായിട്ട് ജയ് ഭട്ടാചാര്യനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജയ് ഭട്ടാചാര്യ. ഓക്കെ, അടുത്ത് ആനന്ദ് അംബാനി ഹാസ് ബീൻ അപ്പോയിന്റ് ആസ് ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അംബാനിയുടെ മകനായ ആനന്ദ് അംബാനി എന്താണ് പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, എന്തിന്റെ? റിലയൻസ് ഇൻഡസ്ട്രിയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഈസിയാണ്, റിലയൻസ് നോക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അറിയാൻ പറ്റും. പഠിച്ചു നോക്കുക ആനന്ദ് അംബാനി കേട്ടോ. അടുത്താണ് രാജേഷ് ഉണ്ണി ഹോണേർഡ് വിത്ത് നാഷണൽ മറൈറ്റൈം വരുണ അവാർഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അവാർഡാണ്, പഠിച്ചു നോക്കാം. അവാർഡ്സിൽ ആണല്ലോ, അവാർഡ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ചോദിക്കാം, വളരെ ചാൻസ് കൂടിയൊരു ഏരിയയാണ് അവാർഡ്സ് എന്ന് പറയുന്നത്. രാജേഷ് ഉണ്ണി ഹാസ് ബീൻ ഹോണേർഡ് വിത്ത് ദ മറൈറ്റൈം വരുണ നാഷണൽ അവാർഡ്. ഓക്കെ, മറൈറ്റൈം വരുണ നാഷണൽ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? രാജേഷ് ഉണ്ണിക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ, രാജേഷ് ഉണ്ണി. നമുക്ക് ഈ മാസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേയ്സും തീംസും നോക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കാം. April 1 എന്താണ്? RBI ഫൗണ്ടേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞാലേ, പൂനം ഗുപ്തനെ RBI ഡെപ്യൂട്ടി ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ ഫോം ചെയ്ത് 1st April 1935 ഓൾറെഡി പറഞ്ഞാണ്. അടുത്ത് April 2 എന്താണ്? വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണത്. April 2 എന്ന് പറയുന്നത് വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ. April 5 എന്താണ്? നാഷണൽ മറൈറ്റൈം ഡേ ആണത്. April 5 എന്നറിയപ്പെടുന്ന നാഷണൽ മറൈറ്റൈം ഡേ. ഇതിന്റെ തീം എന്താണെന്ന് വെച്ചാൽ സമൃദ്ധ് സാഗർ. എന്താണ്? സമൃദ്ധ് സാഗർ ആണത് ഇതിന്റെ തീം എന്ന് പറയുന്നത്. സമൃദ്ധ് സാഗർ ആണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത് April 8 ആണ് വേൾഡ് ഹെൽത്ത് ഡേ. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഡേ എന്താണെന്ന് വെച്ചാൽ അത് ഹെൽത്ത് ഡേ April 8 April 8 വേൾഡ് ഹെൽത്ത് ഡേ. ഇതിന്റെ തീം ചോദിക്കാറുണ്ട്. തീം എന്താണ്? ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ഓക്കെ, ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. അതുപോലെ അടുത്ത April 10 ആണത് വേൾഡ് ഹോമിയോപ്പതി ഡേ. വേൾഡ് ഹോമിയോപ്പതി ഡേ April 10 ആണ്. ഇതിന്റെ തീം എന്താണ്? എഡ്യൂക്കേഷൻ, പ്രാക്ടീസ് ആൻഡ് റിസർച്ച് ആണത് ഇതിന്റെ തീം എന്ന് പറയുന്നത്. എന്താണ്? എഡ്യൂക്കേഷൻ, പ്രാക്ടീസ് ആൻഡ് റിസർച്ച് ആണത് വേൾഡ് ഹോമിയോപ്പതി ഡേയുടെ തീം എന്ന് പറയുന്നത്. കണ്ടില്ല? അടുത്താണ് April 14 ആണ് അംബേദ്കർ ജയന്തിയാണ്. ഓക്കെ, നമ്മൾ എത്രാമത്തെയാണ്? 134ാമത്തെ അംബേദ്കർ ജയന്തിയാണിത് നമ്മൾ ഇത്തവണ 2025 ആഘോഷിക്കുന്നത്. അടുത്താണ് 15th വേൾഡ് ക്വാണ്ടം ഡേ. ഓക്കെ, വേൾഡ് ക്വാണ്ടം ഡേ April 15 നമ്മൾ ആഘോഷിക്കുന്നത്. അതുപോലെ അടുത്ത വീണ്ടും April 15 വേൾഡ് ആർട്ട് ഡേ. വേൾഡ് ആർട്ട് ഡേ നമ്മൾ ആഘോഷിക്കുന്നത് April 15 ആർട്ട് ഫോർ യൂണിറ്റി ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് ഇതിന്റെ തീം കേട്ടോ. എന്താണ്? ആർട്ട് ഫോർ യൂണിറ്റി ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് ഇതിന്റെ തീം. അടുത്താണ് April 17 വേൾഡ് ഹീമോഫീലിയ ഡേ. എന്താണ്? വേൾഡ് ഹീമോഫീലിയ ഡേ ആണ് April 17 നമ്മൾ ആഘോഷിക്കുന്നത്. അടുത്താണ് April 18 വേൾഡ് ഹെറിറ്റേജ് ഡേ. എന്താണ്? വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ് April 18 നമ്മൾ ആഘോഷിക്കുന്നത്. അടുത്താണ് April 19 വേൾഡ് ലിവർ ഡേ. വേൾഡ് ലിവർ ഡേ ഇത്തവണ തീമാണ് ഫുഡീസ് മെഡിസിൻ എന്ന തീമാണിത് ഇത്തവണ യൂസ് ചെയ്തിരിക്കുന്നത്. വേൾഡ് ലിവർ ഡേ April 19 ആണ് ഫുഡീസ് മെഡിസിൻ. അതുപോലെ അടുത്ത് April 21 സിവിൽ സർവീസസ് ഡേ. ഓക്കെ, സിവിൽ സർവീസ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് April 21 ആണ്. April 21. അതുപോലെ അടുത്താണ് 22 എർത്ത് ഡേ. ഓക്കെ, April 21 എർത്ത് ഡേ. ഇത്തവണത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് അവർ പവർ അവർ പ്ലെയിൻ. ഓക്കെ, അവർ പവർ അവർ പ്ലെയിൻ ആണെന്ന് ഇത്തവണത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എർത്ത് ഡേ ഒക്കെ ചോദിക്കാൻ വളരെ ഹൈ ചാൻസ് ആട്ടോ. അതുപോലെ അടുത്താണ് 23 വേൾഡ് ബുക്ക് ഡേ. April 23 ആണെന്ന് വേൾഡ് ബുക്ക് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അതുപോലെ April 24 നാഷണൽ പഞ്ചായത്തി രാജ് ഡേ. നാഷണൽ പഞ്ചായത്തി രാജ് ഇതിന്റെ ഭാഗമായിട്ടാണ് PAI പഞ്ചായത്ത് അവയർനെസ് ഇൻഡെക്സ് ഒക്കെ നമ്മൾ
ഇടയ്ക്ക് ഗുജറാത്ത് ടോപ്പ് ആയെന്നൊക്കെ ഓൾറെഡി പറഞ്ഞാൽ, അപ്പോൾ പഞ്ചായത്തി രാജ്യത്തെ ഈ മാസമായിട്ടാണ് ആ ഇൻഡെക്സ് ഒക്കെ അവർ കൃത്യമായിട്ട് റിലീസ് ചെയ്യുന്നത്. അടുത്താണ് April 24 to 30, 24 മുതൽ 30 വരെ വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്ക്. വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്ക് ആയിട്ട് നമ്മൾ 24 മുതൽ 30 വരെ ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ April 25 ആചരിക്കുന്നുണ്ട്. അതുപോലെ വേൾഡ് മലേറിയ ഡേ, വേൾഡ് മലേറിയ ഡേ എന്നാണ് April 25 ഇത് വേൾഡ് മലേറിയ ഡേ എന്ന് പറയുന്നത്. ഇതിന്റെ ഇത്തവണ തീമാണ് റീ ഇൻവെസ്റ്റ്, റീ ഇമാജിൻ, റീ ഇഗ്നൈറ്റ്. എന്താണ് റീ ഇൻവെസ്റ്റ്, റീ ഇമാജിൻ, അതുപോലെ റീ ഇഗ്നൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ വീണ്ടും April 25 വീണ്ടും വേൾഡ് പെൻഗിൻ ഡേ, വേൾഡ് പെൻഗിൻ ഡേ എന്നാണ് April 25 ആണ്. അടുത്ത April 26 എന്നാണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആയിട്ട് ആചരിക്കുന്നത്. April 26 ആണ്. ലാസ്റ്റ് വൺ April 30 ആണ് ആയുഷ്മാൻ ഭാരത് ദിവസ് എന്ന് പറയുന്നത് കേട്ടോ. ആയുഷ്മാൻ ഭാരത് ദിവസ് April 30 ആണ്. April 30. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏപ്രിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മെറ്റീരിയൽ മെറ്റീരിയൽ കിട്ടുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് എന്താ പറയുക ഫ്രീ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ യൂസ്ഫുൾ ആണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത മാസത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.